ക്രിസ്ത്യാനിറ്റിയും 7-ാം നൂറ്റാണ്ടിന് ശേഷം ഏതൊക്കെയോ തെറ്റിദ്ധാരണ വന്ന കാര്യങ്ങൾ പഠിച്ച ക്രിസ്ത്യാനികളിൽ നിന്ന്, ക്രിസ്തീയ കൾട്ടുകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട ഈ ഖുറാൻ, ആ ഖുറാനിൽ കാണുന്ന കാര്യം 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിറ്റി തന്നെയാണ് എന്ന് പറയുന്ന താങ്കൾ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ പഠിപ്പിക്കാത്ത കാര്യം, അതായത് അവരെ സംബന്ധിച്ച് അവരെ എക്സ്പ്ലനേഷൻ തരാത്ത കാര്യം, മറിയത്തിൽ നിന്ന് സത്ത സ്വീകരിച്ചു എന്ന് വെസ്റ്റ്മിൻസ്റ്റർ കൺഫെഷനിൽ കണ്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് അതാണ് തിയോളജി എന്ന് പറയുന്ന താങ്കൾ, അതാണ് തിയോളജി എന്ന് ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മറുഭാഗത്തിന്റെ വാദം 7-ാം നൂറ്റാണ്ടിലെ പുസ്തകത്തിലുള്ളതാണെന്ന് പറയുന്ന താങ്കൾ 1-ാം നൂറ്റാണ്ടിലെ പുസ്തകത്തിൽ നിന്ന് ഞങ്ങൾ പറയുന്ന വാദങ്ങൾക്ക് ഞങ്ങൾ എവിഡൻസ് നിരത്തി സംസാരിച്ചിട്ടും അതിനെ ഖണ്ഡനം ചെയ്യാൻ കഴിയാത്തതിന്റെ ഇളിപ്പ് കൊണ്ടല്ലേ, അതിന്റെ മുഷിപ്പ് കൊണ്ടല്ലേ, അതിൽ നിന്നുണ്ടായി വെറുപ്പ് കൊണ്ടല്ലേ താങ്കൾ ഇത് അങ്ങനെ തന്നെ ക്രിസ്ത്യാനി അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചർച്ച ചെയ്യണം. അത് ഇസ്ലാമിക പ്രമാണം വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. താങ്കളുടെ ആലോചനയോ താങ്കളുടെ മനസ്സിൽ തോന്നിയതോ അല്ലല്ലോ ചർച്ചയ്ക്ക് വേണ്ടത്. താങ്കൾ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റിനും താങ്കൾ എവിഡൻസ് വെക്കണം. യാസർ പറഞ്ഞു ഏകദേശം, താങ്കൾ പറയുന്നു പൂർണ്ണമായോ അങ്ങനെയെന്ന്. അതുകൊണ്ട് തൽക്കാലം യാസർ അങ്ങ് മാറി നിൽക്കട്ടെ. യാസറുമായിട്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ പിന്നീടോ അല്ലെങ്കിൽ മുമ്പോ ഒക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. യാസർ ഒന്നും അതിനകത്ത് ഒരു എത്തിപ്പിടിയിൽ എത്തിയിട്ടില്ല. പിന്നെ ആ സാധനം കഴിച്ചിട്ട് വന്ന താങ്കൾ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഒന്ന് വന്ന് വെളിപ്പെടുത്തി തന്നേ, എങ്ങനെയാണ് ഞങ്ങൾ പറയുന്ന ഉപദേശം ബൈബിളിൻ്റെതല്ലാതാകുന്നത്? താങ്കൾ പറഞ്ഞ് സത്ത സ്വീകരിച്ചു എന്ന് പറയുന്ന കാര്യം ബൈബിളിൻ്റെതാകുന്നത് ഒന്ന് പറഞ്ഞു തരൂ. അതിന് ചേട്ടൻ നമുക്ക് തീരുമാനിക്കാം ഇസ്ലാമികമായി പറയുന്ന കാര്യം എങ്ങനെയാണ് ശരിയാകുന്നതെന്ന്. ഞങ്ങൾ 4 ചോദ്യം കൂടെ തിരിച്ചു ചോദിക്കാം. മറിയത്തിന്റെ ശരീരം, യേശുക്രിസ്തുവിന്റെ ശരീരം മറിയത്തിൽ നിന്ന് സ്വീകരിച്ചതല്ല എന്ന് താങ്കൾ പറയാൻ വേണ്ടി ജയജയോട് പറഞ്ഞ വാക്ക് ഞാൻ പറയാണ്, ആ കിടുതാപ്പൊക്കെ ആയിട്ടെങ്കിൽ കയറി വാ. പണ്ട് അങ്ങനെ ഒരു റൂം ഇട്ടായിരുന്നു, മറന്നുപോയി കാണുമല്ലോ. നിങ്ങൾ അനേവർക്കും കർത്തരാകി യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സായങ്കാല വാഴ്ചകൾ. എന്തുണ്ട് സാറേ വിശേഷം? അല്ല, വിശേഷം നല്ലത് ബ്രദറെ, നല്ല വിശേഷങ്ങളല്ലേ ബ്രദർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് ആ വിഷയത്തിലേക്ക് ഒന്ന് വരാം. ഇപ്പൊ തൽക്കാലം ഈ റൂമിൽ എടുക്കുന്ന വിഷയം താങ്കൾ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, മറിയത്തിൽ നിന്ന് സത്ത സ്വീകരിച്ചു എന്നുള്ളത് ബൈബിളിൽ നിന്ന് തെളിയിക്കുക. 2, ഞങ്ങൾ പറഞ്ഞ ഉപദേശം ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്നെയാണെന്ന് താങ്കൾ പറഞ്ഞത്. ആ കാര്യം ഒന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് കൗണ്ടർ പറയാം. താങ്കൾക്ക് അത് തെളിയിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ച് താങ്കൾ ബുദ്ധിമുട്ടായി താഴത്തേക്ക് പോകും. അത്രേ ഉള്ളൂ. ഇതിപ്പോ ആരാണ് എന്റെ അടുത്ത് സംസാരിക്കുന്നത്? അത് അജിബാറിന്റെ കൈ വെച്ചിരുന്നാൽ മതി. ഒരു സെക്കൻഡ്, അത് അജിബാറിന്റെ കൈ വെച്ചാൽ മതി. ഈ റൂമിൽ ആരും സംസാരിക്കാം. അജിബാറിന് ഓപ്പോസിറ്റ് സംസാരിക്കാൻ ആർജം ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയാം. മനസ്സിലായല്ലോ? ഈ റൂമിന്റെ ഡെക്കോറം ഇങ്ങനെയാണ്. ഈ റൂമിന്റെ ഡെക്കോറം ഇങ്ങനെയാണ്. അജിബാറിന് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഓടാം. എന്ത് വേണം സംസാരിക്കൂ. ഇനി ആ ചോദ്യം ഒന്നും വേണ്ട, കാര്യത്തിലോട്ട് വരൂ. സഹോദരൻ സംസാരിക്കട്ടെ. ഇപ്പൊ ഷിജുമോൻ തങ്കപ്പൻ എന്ന് പറഞ്ഞ ആള് എനിക്ക് അറിയാവുന്ന ഒരാളാണ്, നല്ലൊരു ദൈവശാസ്ത്ര പ്രഭാഷകനാണ്. അപ്പൊ അദ്ദേഹത്തിന് സംസാരിക്കും. നമ്മളൊരു വിജ്ഞാനപ്രദമായ ചർച്ചയല്ലേ കേൾക്കാൻ താല്പര്യപ്പെടുന്നു. അദ്ദേഹം സംസാരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പെട്രാച്ചനുണ്ട്, അനിൽ ബ്രദർ ഉണ്ട്, ഇവരാരെങ്കിലും സംസാരിക്കട്ടെ. ഒരാള് സംസാരിക്കും, 4 പേര് എടുക്കാതെ. കുമാരപിള്ള അത് ഞാൻ പറഞ്ഞല്ലോ, അത് എന്റെ സൗകര്യത്തിന് ഞാൻ ഒരു പേരുണ്ടാക്കി. ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് വേണ്ട, എനിക്ക് കുമാരപിള്ള എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. കുഴപ്പമില്ല ജിമ്മിച്ച, അത് വിട്, കുഴപ്പമില്ല. ധർമ്മക്കാരൻ അങ്ങനെ പല കാര്യങ്ങളും പറയാം, അതൊന്നും വിഷയമല്ലല്ലോ. ധർമ്മക്കാരൻ പറയുന്ന കാര്യം അവിടെ ഇരിക്കട്ടെ. ആരും ചെയ്യും. അജി ബ്രദർ, ഒരു സെക്കൻഡ് ജിമ്മിച്ച, അജി ബ്രദറെ, നിങ്ങൾക്ക് കാര്യം പറയാനുണ്ടെങ്കിൽ പറയുക. ആരിവിടെ സംസാരിക്കുക, ആരിവിടെ മോഡി എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്തെങ്കിലും ചർച്ച ആയിക്കോട്ടെ. താങ്കൾക്ക് വിഷയം പറയാനുണ്ടോ? എന്തെങ്കിലും ചർച്ച അല്ല. ഇവിടെ ശിവമച്ച കാര്യം പറഞ്ഞു. ഒന്ന് താങ്കൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ സഹോദരന്മാരെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതാണ്. സുഖമല്ലേ? സുഖമാണ്. ഞങ്ങൾ മോഡറേറ്റർ തീരുമാനിച്ചോളാം. വ്യവസ്ഥ വേണ്ടെന്നേ. താങ്കൾക്ക് ഇപ്പൊ വിഷയത്തിൽ സംസാരിക്കണ്ട, കിടന്ന് ഉരുളാതെ. വിഷയത്തിൽ നിന്ന് സംസാരിക്കും സഹോദരൻ. ഇവിടെ മോഡറേറ്റ് ചെയ്യണം. ഈ റൂം എങ്ങനെ ആയിരിക്കണം ഞങ്ങൾ തീരുമാനിച്ചോളാം. താങ്കൾ വിഷയത്തിൽ സംസാരിക്കും. അതെ, എനിക്ക് BP കൂടി, ഭയങ്കരമായിട്ട് BP കൂടി വരണ്ടോണ്ടിരിക്കുക. താങ്കൾ കാര്യത്തിലോട് സംസാരിക്കും. ഞാൻ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. അതായത് ആരാണ് സംസാരിക്കുന്നത്, ഇത് മോഡിയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. അത് ഞങ്ങളുടെ ഇന്റേണൽ സീക്രട്ട്. ഇല്ല, പറ്റില്ല. പറഞ്ഞു, ഇനി കാര്യം പറഞ്ഞു. ഇല്ല, ഒന്നും പറയാൻ പറ്റില്ല. കാര്യം പറഞ്ഞു. ഇടയ്ക്കാരും കേറില്ല ധർമ്മ, ഇടയ്ക്ക് കാര്യം പറഞ്ഞോ. ഞാൻ സംസാരിക്കുമ്പോ തന്നെ ബെൻസ് കയറി, എബൻ കയറി, എത്ര പേര് കയറി. ഇനി കരച്ചിൽ തുടങ്ങാതെ, നിലവിളി ശബ്ദം തുടങ്ങാതെ കാര്യം പറയൂ. വിഷയം പറഞ്ഞില്ലെങ്കിൽ അജിബേറെ ഞാൻ എടുത്ത് താഴെ ഇടും. വേറൊന്നും കൊണ്ടല്ല, വിഷയത്തിൽ സംസാരിക്കാനാണെങ്കിൽ വിഷയത്തിന് സംസാരിക്കാൻ താങ്കൾക്ക് പറ്റുമോ? വിഷയത്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റുമോ?
സഹോദരൻ ആരാണ് ആരും സംസാരിക്കുന്നത് പറയൂ. സംസാരിക്കും, ആര് വേണേലും സംസാരിക്കും, അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. അതെന്നെ സംസാരം ഇപ്പൊ നിങ്ങൾ ഒരു ചർച്ചയ്ക്ക് വരും അല്ലെങ്കിൽ സഹോദര ആരും മാസ്റ്റർ ഒരു സെക്കൻഡ്, മാസ്റ്റർ കരച്ചിൽ കേൾക്കാൻ വയ്യാത്തോണ്ടാ. ഞാനും നമ്മുടെ ബഹുമാനപ്പെട്ട ഷിജുമോൻ അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. താങ്കളുടെ ഭാഗം താങ്കൾ മുന്നോട്ട് വെക്കും. ഇവിടെ ആരാ തീരുമാനിക്കുന്നത്? ഞാൻ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതങ്ങനെയാണ്. ഇവിടെ അങ്ങനെയാണ് സഹോദര, ഇവിടെ അങ്ങനെയാണ്. സഹോദരൻ വേറെ റൂമിൽ പോകുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതൊക്കെ അവിടെ നോട്ടെ, താങ്കൾ ഇപ്പൊ വിഷയത്തിലോട്ട് വാ. അല്ല അജി അത് ഞങ്ങളുടെ ഇഷ്ടമാണ്, ഏത് റൂമിൽ പോകണം പോണ്ടെന്നുള്ളതൊക്കെ. അതിനെക്കുറിച്ച് സംസാരിക്കാനല്ലോ അജി ഇങ്ങോട്ട് വന്നത്. ഈ റൂം ഞങ്ങളുടെ റൂമാണ്. ഇതിനകത്ത് ആര് സംസാരിക്കണം, ആര് സംസാരിക്കണം, ഇത് കേൾക്ക്. ഇത് ഞങ്ങളുടെ റൂമാണ്. ഇത് തന്നെയാണ് വ്യവസ്ഥ. ഈ റൂമിന്റെ വ്യവസ്ഥ ഇതാണ്. അതായത് നിങ്ങൾ എന്ത് വേണം ചെയ്യും, ഈ റൂമിന്റെ വ്യവസ്ഥ ഇതാണ് അജി. അതായത് നിങ്ങൾ എന്തും പറയും, നമ്മൾ മിണ്ടാ കേട്ടോളണം. അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞു ഇവിടെ നിർത്ത്. ആ ഖുർആൻ എന്ന് പറഞ്ഞ ഇസ്ലാം എന്ന് പറഞ്ഞ തീട്ടക്കുഴി മുങ്ങി തപ്പിയപ്പോഴേക്കും തുടങ്ങി അവരുടെ പോലെ തന്നെ ഇരവാദ കരച്ചില്. ഇത് ഇരവാദമാണ് അജി. ഞങ്ങൾ പറയാത്ത കാര്യമാണ് അജി ഞങ്ങളുടെ അണ്ണാക്കി തള്ളി തരുന്നത്. ഞങ്ങൾ പറയാത്ത കാര്യമാണ് അജി ഞങ്ങളുടെ അണ്ണാക്കി തള്ളി തരാൻ നോക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു ഞാൻ ആരും അണ്ണാക്കി തള്ളിയില്ല. അവിടെ ഞാൻ പറഞ്ഞ കാര്യം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഞങ്ങൾ പറയാത്ത കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞതാണ് ഈ റൂമിൽ ആര് സംസാരിക്കണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുമെന്നാ പറഞ്ഞു. അല്ലാണ്ട് ഞങ്ങൾ സംസാരിക്കും അജി ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ബാധ്യത ഉണ്ടെങ്കിൽ സംസാരിക്കുക സഹോദര. അല്ലാണ്ട് ഞാൻ ആരാ സംസാരിക്കാനാ പറഞ്ഞത്? താങ്കൾ സംസാരിക്കൂ, വിഷയത്തിൽ നിന്ന് സംസാരിക്കും. അജി ഇവിടെ കയറി വന്നപ്പോ ഒരു മിനിറ്റ്, ആരാണ് സംസാരിക്കുന്നത് പറയൂ. ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന മോഡറേറ്റേഴ്സ് എല്ലാവരും സംസാരിക്കും. പറയുന്നത് കേൾക്ക്. അജി ഇവിടെ ഒന്ന് കേട്ടെ. അജി ഇവിടെ കയറി വന്നപ്പോൾ എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചു. നല്ല വിശേഷം. അത് കഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അജിക്ക് മൈക്ക് തന്നേക്കാണ്. അജിയുടെ തിയോളജി ഇങ്ങോട്ട് പറയുക. ഞാൻ ചോദിച്ച കാര്യം തീട്ടക്കുഴിയിൽ നിന്ന് പറഞ്ഞു. തീട്ടക്കുഴിയിലാണ് വന്നേക്കുന്നത്. ഞാനിവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് അന്വേഷിക്കുന്നത്. ഒരു സെക്കൻഡ് ഒന്ന് മേട്ടത്. നമ്മൾ അജിക്ക് പറയാൻ സമയം കൊടുത്തു. അജി ഇപ്പൊ പറയാൻ പോണ്, നമുക്ക് കേൾക്കാം. എല്ലാരും മ്യൂട്ട് ചെയ്തു. അജി എന്ത് പറഞ്ഞാലും നമ്മൾ മിണ്ടായിരിക്കാം. അജി പറയുന്ന കേൾക്കാം. തുടർന്നുള്ള അജി പറഞ്ഞു തുടങ്ങിക്കോളൂ. എന്താണ് എന്റെ വ്യവസ്ഥ? ആരോടാണ് സംസാരിക്കുന്നത്? ഇത് അറിയാണ്ട് ചുമ്മാ പറയൂ. ആരേലും ആരാണ് സംസാരിക്കുന്നത്? ഷിജുമോൻ തങ്കപ്പൻ. ഇടയ്ക്ക് കയറല്ലേ ഷിജുമോൻ? നമ്മൾ അവസരം കൊടുത്തേക്കാണ്. ഷിജുമോൻ ചായ നമ്മൾ അവസരം കൊടുത്തേക്കാണ്. ഒന്ന് മ്യൂട്ട് ചെയ്ത് ഞാനാ മ്യൂട്ട് ചെയ്തു. ഷിജുമോൻ ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട്. ആരാണ് സംസാരിക്കുന്നത്? ആരാണ് എനിക്കെതിരെ സംസാരിക്കുന്നത്? എന്താണ് ചർച്ചയുടെ വ്യവസ്ഥ? ആര് ഇടയ്ക്ക് കയറുമോ? ഇതുപോലുള്ള കാര്യങ്ങൾ അറിഞ്ഞാലേ ഞാൻ സംസാരിക്കും. പറ്റത്തില്ലെങ്കിൽ അജി പറഞ്ഞു പോകാം. ബുദ്ധി പേടിയാണെങ്കിൽ പോകാം. സംസാരിക്കാൻ ഭയമാണെങ്കിൽ ഇതും പറഞ്ഞു പോകാം. ഞങ്ങളിവിടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. താങ്കൾക്ക് സമയം തന്നിരിക്കുകയാണ്. താങ്കൾക്ക് സംസാരിക്കാം. ആരാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കും. അതുപോലെ ഇതിനെ പറയുമ്പോ ഇടയ്ക്ക് കയറാന്നുള്ള എല്ലാം തുല്യമാണല്ലോ. അജിബദർ വിഷയം അവതരിപ്പിക്കും. അജിബദറിനോട് സംസാരിക്കുന്ന ആള് അജിബദറിനോട് മറുപടി പറയും. അജിബദറിന്റെ വിഷയം പറഞ്ഞാൽ അജിബദറിന്റെ കൂടെ ആരാണോ സംസാരിക്കുന്നത് അയാളിവിടെ മറുപടി പറയും. അയാളുമായിട്ടായിരിക്കും അജിബദർ സംസാരിക്കുന്നത്. ഓക്കെ, അത് ന്യായമല്ലേ? അതാരാണെന്നുള്ളത് അവർക്ക് പറയാൻ ഇച്ചിരി മടിയായതുകൊണ്ട് പോട്ടെ. അതവര് പറയുന്നില്ല, അവർക്ക് ഇത്തിരി മടിയാണ് എന്ന് വിചാരിച്ചാൽ മതി. അജിബദർ പറയൂ, ആരാണ് സംസാരിക്കുന്നത്? സംസാരിക്കുമ്പോ ഇടയിൽ കയറുമോ? ഇവിടെ ഷിജുമോൻ ബ്രദർ താങ്കളോട് ചോദിച്ചു കഴിഞ്ഞു. ആ ചോദ്യത്തിന് മറുപടി ഉണ്ട്. അപ്പൊ ഷിജുമോൻ ബ്രദർ സംസാരിക്കും. ചോദിച്ചത് ഷിജുമോൻ ആണെങ്കിൽ ഷിജുമോൻ സംസാരിക്കും. ഓക്കെ, അജിബദർ തുടങ്ങിക്കോളും. മറുപടി അങ്ങനാണോ? അത് പറയട്ടെ. ചോദിച്ചത് അയാളല്ലേ, ചോദിച്ച ആളിന് മറുപടിയല്ലേ കൊടുക്കേണ്ടത്. അപ്പൊ അയാളല്ലേ മറുപടി പറയട്ടെ. മോഡറേറ്റേഴ്സിൽ നിങ്ങൾ ഇവിടെ വരുത്തുന്നല്ലേ? ഇവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കാതെ ധർമ്മോ ഞാനിവിടെ വന്നപ്പോ എന്നോട് ആരൊക്കെ സംസാരിച്ചു? ബിന്നി സംസാരിച്ചു, അനിമോനച്ച സംസാരിച്ചു. അല്ല അജിബ്രോ, ഞാനവിടെ ചെന്നപ്പോഴും ഒരു സെക്കൻഡ് മീറ്റത് എല്ലാവരും മീറ്റത്. ഇവിടുത്തെ പുള്ളിയുടെ ഒരു തന്ത്രം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. ധർമ്മ അതെ ഒന്ന് മൈക്ക് വിട്ടത് ഒന്ന് പറയട്ടെ, ഇവരോട് പറഞ്ഞു കൊടുക്കട്ടെ.
ധർമ്മൻ ഇപ്പം ഇവിടുന്ന് ഇറങ്ങി പോകണം. അതായത് വേറൊന്നുമല്ല, പുള്ളിക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സംസാരിക്കാൻ എന്നോട് ഒരു റൂമിൽ ഒരാളോട് സംസാരിക്കണം, ബാക്കി എല്ലാവരും താഴെ ഇരുത്തണം, ഒരാൾ മോഡ് ചെയ്യണം എന്ന് പറയുന്നത് ധർമ്മൻ്റെ സ്ഥിരം സ്ട്രാറ്റജി ഉണ്ടല്ലോ. അത് ഈ റൂമിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ധർമ്മന് പോകണം. അതിന് വേണ്ടിയിട്ടാണ് ധർമ്മൻ ഇവിടെ ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഇത് ചെയ്യുന്നത്. അപ്പം എല്ലാവരും എന്താ ചെയ്യുക, ഒന്ന് മ്യൂട്ട് ചെയ്യുക. ധർമ്മന് വിഷയം അവതരിപ്പിക്കാനുള്ള അവസരം കൊടുത്തേക്കാണ്. ഇനി ആരും മൈക്ക് എടുക്കരുത്, ദൈവത്തെ ഓർത്ത്. ധർമ്മൻ, ശിവൻ ചാൻ ഒരു കാര്യം, ശിവൻ ചാൻ കേൾക്കാവോ? ശിവൻ ചാൻ കേൾക്കുന്നുണ്ടോ? ശിവൻ ചാൻ ആ പോയിന്റ്, ഒരു സെക്കൻഡ് നമ്മളൊന്നും പറയരുത്, ഒന്നും പറയരുത്, പറയുന്ന ആദ്യം കേൾക്ക്. അതായത് ധർമ്മന് എന്താണ് സംസാരിക്കേണ്ടത്, നമ്മൾ ഈ റൂം ഇട്ടതിൻ്റെ റീസൺ ധർമ്മനോട് ഒന്നുകൂടെ ഒന്ന് പറയൂ. പുള്ളിക്ക് അത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറയൂ. പറഞ്ഞതിന് ശേഷം ഞാൻ ധർമ്മനിലേക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ധർമ്മൻ അപ്പം അതിനെപ്പറ്റി പറയാം. ശിവൻ ചാൻ ഒരു മിനിറ്റ്, ശ്ലോമ ഒന്ന് മൈക്ക് മ്യൂട്ട് അവസരത്തിലേക്ക് വരാം. താങ്കൾ മോഡറേറ്റ് ചെയ്യുമ്പോൾ താങ്കളൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യൂ. താങ്കൾ ഇപ്പോൾ ബഹളം ഉണ്ടാക്കല്ലേ, മൈക്ക് മ്യൂട്ട് ചെയ്യൂ. ഒരു വൃത്തിയായിട്ടും പറയുന്നില്ല. മ്യൂട്ട് ചെയ്യൂ. വെപ്രാളം പിടിക്കല്ലേ സഹോദര, വെപ്രാളം പിടിക്കല്ലേ. വെയിറ്റ് ചെയ്യൂ ധർമ്മ, വെപ്രാളം പിടിക്കല്ലേന്ന്. ധർമ്മനെ കണ്ടോ ഇപ്പം ആളിളകിയത് കണ്ടോ? എനിക്കറിയാം ഇത് ഇളകുമെന്നുള്ളത്. ഇത്രേ ഉള്ളൂ. ശിവച്ച ആ വിഷയം പറഞ്ഞു. ധർമ്മൻ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. മോഡറേറ്റർ പറയുന്ന ധർമ്മം കേൾക്കാനുള്ള ആർജവം കാണിക്കൂ. ധർമ്മം മ്യൂട്ട് ചെയ്തേ. ബഹളം ഉണ്ടാക്കില്ല. ഇസ്ലാമികരെ കാണിക്കുന്ന പോലെ താങ്കൾ കാണിക്കരുത്. അവരാണ് ഇവിടെ വന്ന് ഇതുപോലെ കാണിക്കുന്നത്. താങ്കൾ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഓക്കെ, ഇനി ശിവൻ ചാൻ സംസാരിക്കും. പറയുന്നതിന് കുഴപ്പമില്ല. ധർമ്മ, ഇസ്ലാമികര് കാണിക്കുന്നത് പോലെ കാണിക്കില്ലെന്ന്, ആളിളകരുതെന്ന് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ശിവൻ ചാനല്ലേ അവസരം കൊടുത്തേക്ക്. മോഡറേറ്റർ പറയുന്നത് കേൾക്കൂ. ശിവൻ ചാൻ സംസാരിക്കൂ. മ്യൂട്ട് ചെയ്യൂ. ധർമ്മം മ്യൂട്ട് ചെയ്യൂ. ഇല്ല, ഇസ്ലാമികര് കാണിക്കുന്ന അതേ രീതി കാണിക്കാതെ വെപ്രാളം പിടിക്കാതെ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഇനി ശിവൻ ചാൻ സംസാരിക്കും. മൈക്ക് എടുക്കും. ഞാൻ ഇവിടെ അജി വന്നപ്പോ തന്നെ അജിയോട് പറഞ്ഞു, അജിക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഫ്രീഡവും ഇവിടെയുണ്ട്. അല്ലാതെ അജി സംസാരിച്ച വിഷയം മാത്രം പറയൂ, അല്ലെങ്കിൽ പിന്നെ പുള്ളി അതി കയറി വള്ളി കഴുത്തിന് പിടിക്കുകയോ ഇല്ല. വിഷയം വിഷയത്തിലോട്ട് വരും. പറയട്ടെ. ഈ റൂം എങ്ങനെ റൺ ചെയ്യിക്കണം എന്നുള്ളത് അജി അല്ല. ശിവച്ച എക്സ്പ്ലനേഷൻ കൊടുക്കരുത്, ദൈവത്തെ ഓർത്ത്. നിങ്ങൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കരുതേ. പറയുന്ന മനസ്സിലാക്ക. ചോദ്യം മാത്രം ചോദിക്കുന്നു, പറയുന്ന മനസ്സിലാക്കും. അജിയെ സംബന്ധിച്ച് അജി ഇനി മുന്നോട്ട് വെക്കേണ്ടത്, അജി മറിയത്തിൽ നിന്നാണ് യേശുക്രിസ്തു മറിയത്തിന്റെ സത്ത സ്വീകരിച്ചാണ് യേശുക്രിസ്തുവിന്റെ ശരീരവും ഹ്യൂമൻ നേച്ചറും എന്നുള്ള കാര്യമാണ് അജി മുന്നോട്ട് വെക്കുന്നത്. വെസ്റ്റ്മിൻസ്റ്റർ തിയോളജി. ഈ വെസ്റ്റ്മിൻസ്റ്റർ തിയോളജിയുടെ ആ ഫെയ്ത്ത് സ്റ്റേറ്റ്മെന്റ് ബിബ്ലിക്കലാണ് എന്ന് അജി ഒന്ന് തെളിയിക്കുക. അത് ബൈബിളിൽ നിന്ന് എടുത്തതാണ്, ബൈബിൾ അതിനെ സാധൂകരിക്കുന്നു എന്നുള്ളത് അജി ഒന്ന് തെളിയിച്ചാൽ മതി. അജിയുടെ ആ പ്രസന്റേഷൻ ഞങ്ങൾക്ക് വേണം. രണ്ടാമത്തെ കാര്യം, 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ക്രിസ്തീയ എഴുത്തുകളായ പുതിയ നിയമ എഴുത്തുകൾ 7-ാം നൂറ്റാണ്ടിൽ വന്ന ഒരു പുസ്തകത്തിൽ തെറ്റായ നിലയിൽ അവതരിപ്പിച്ചത് അത് തന്നെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അജി മറ്റൊരു റൂമിൽ ഇസ്ലാമികളോട് ചേർന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ആവശ്യം, അജി മുന്നോട്ട് വയ്ക്കുന്ന ഈ വാദം, ഇസ്ലാമിൽ പറയുന്ന ഈസയും ബൈബിളിലെ യേശു ക്രിസ്തുവും ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് അത് അൺബിബ്ലിക്കൽ ആണെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തമാണ് അജിക്കുള്ളത്. അപ്പൊ അത് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് വന്ന ഖുറാനിൽ നിന്നുള്ളതാണ് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അജി പറയുന്ന വാദം ശരിയെന്ന് വരും. അപ്പൊ ആദ്യം അത് സ്ഥാപിക്കണമെങ്കിൽ അജി ചെയ്യേണ്ടത്, അജിയുടെ സത്താവാദം മറിയത്തിൽ നിന്ന് സത്ത സ്വീകരിച്ചു എന്നുള്ളത് തെളിയിക്കാത്ത കാലത്തോളം ഇസ്ലാമിന്റെ മുതുകത്തേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കൊണ്ട് ഞങ്ങളെ ചാരുന്നത് തെളിയിക്കപ്പെടുന്നില്ല. ഇസ്ലാമിലേക്ക് ഞങ്ങളെ കൊണ്ട് ചാരുന്നത് തെളിയിക്കപ്പെടണമെങ്കിൽ അജി പറയുന്ന കാര്യം സത്ത സ്വീകരിച്ചു എന്നുള്ളത് ബിബ്ലിക്കലാണെന്ന് തെളിയിക്കപ്പെടണം. അപ്പോൾ മാത്രമാണ് പിന്നീട് വന്ന 7-ാം നൂറ്റാണ്ടിലെ ഇസ്ലാം എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ പറയുന്നതെന്ന് വരുന്നുള്ളൂ. കാരണം ഇത് അതിനു മുൻപേ 6 നൂറ്റാണ്ട് മുമ്പുള്ള പുസ്തകത്തിൽ നിന്ന് ഞങ്ങൾ ഈ കോട്ട് ചെയ്യുന്നത്, അല്ലാണ്ട് ഖുറാനിൽ നിന്നല്ല. അപ്പൊ ഇത് അതിന്റെ ഒരു എന്താ പറയുന്നത്, അതിന്റെ ഒരു ക്രോണോളജി ഉള്ള സംഭവങ്ങൾ വന്നതിന്റെ ഒരു ക്രോണോളജി. ആദ്യം 7 നൂറ്റാണ്ട് കഴിഞ്ഞു വന്നതിൽ അതിനൊരു റിസംബ്ലൻസ് വന്നു. ഈ റിസംബ്ലൻസിൽ നിന്നാണ് ഞങ്ങൾ ഉപദേശം സ്ഥാപിക്കുന്നതെന്ന് പറയുന്ന അജിയുടെ വാദം ശരിയാകണമെങ്കിൽ, അല്ല, നിങ്ങൾ പറയുന്നത് ടോട്ടലി തെറ്റാണ്. കാരണം സത്തയാണ് മറിയത്തിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നത്. മറിയത്തിന്റെ സത്തയും നിന്നാണ് ശരീരവും നേച്ചറും യേശുക്രിസ്തു ഹ്യൂമൻ നേച്ചറും ഉണ്ടായതെന്നുള്ള താങ്കളുടെ വാദം താങ്കൾ പ്രൂവ് ചെയ്യണം. അതുകൊണ്ട് താങ്കൾ ബേസിക്കലി ചെയ്യേണ്ടത് അക്കാര്യം ബിബ്ലിക്കലി പ്രൂവ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ താങ്കൾക്ക് മനസ്സുണ്ടെങ്കിൽ, അതിനുള്ള കഴിവുണ്ടെങ്കിൽ, അതിനുള്ള ആർജവത്വം ഉണ്ടെങ്കിൽ, അതിനു വേണ്ടിയിട്ടാണ് ഈ കാലമെല്ലാം താങ്കൾ വെല്ലുവിളിച്ചതെങ്കിൽ താങ്കൾ അത് ഇപ്പോഴിവിടെ ചെയ്യണം എന്നുള്ള അപേക്ഷയാണ് എനിക്കുള്ളത്.
ഓക്കെ, ഇനിയും അജി ബ്രദറിന് ഞാൻ സമയം കൊടുക്കുകയാണ്. ഇവിടെ സ്പീക്കർ പാനലിൽ ഇരിക്കുന്ന വേറെ ആരും ഇനിയും മൈക്ക് എടുക്കരുത്, അദ്ദേഹത്തിനുള്ള അവസരം കൊടുക്കുകയാണ്. അജി ബ്രദർ ഈ പറഞ്ഞ കാര്യം സംസാരിച്ചു തുടങ്ങിക്കോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും താഴെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും എല്ലാം നന്ദി പറയുന്നു. ഈ റൂമിന്റെ ടൈറ്റിൽ വളരെ സത്യമാണ്, തീട്ടക്കുഴിയിൽ മുങ്ങിത്തപ്പുന്ന അജി. എന്നാലും ഇവിടെ വേബൻ കഷ്ടപ്പെട്ട് ഇവരെല്ലാം പിടിച്ചു നിർത്തി സംസാരിപ്പിക്കാൻ കാണിക്കുന്ന ഈ ആർജവത്തിന് അദ്ദേഹത്തിനോട് പ്രത്യേകം കമ്മിറ്റിയുടെ പേരിലും എന്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ പ്രസ്താവ്യ വിഷയം മറിയത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ ജഡധാരണം എന്നുള്ളതാണല്ലോ. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട അനിൽ നായരുമായിട്ട് നമ്മൾ ഒന്ന് രണ്ട് ചർച്ചകൾ, ഒരു ചർച്ച ഭാഗികമായിട്ടും പിന്നീട് ഒരു സംവാദവും നടന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ സംവാദ ചർച്ചയിൽ നിന്നെല്ലാം ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ റൂമിൽ വെച്ച് തന്നെ ഈ വിഷയത്തിൽ ഈ ശരീരം സ്വർഗീയ ശരീരമല്ല, ഈ ശരീരം പിന്നെ ഭൗമിക ശരീരമാണ്, മറിയയിൽ നിന്ന് തന്നെ ഇത് വന്നതാണ് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അതിനുശേഷം ഞങ്ങളുടെ ക്ലിപ്പും അദ്ദേഹത്തിന്റെ ആദ്യ പൊസിഷനിൽ വ്യത്യാസവും കാണിച്ചു. വളരെ നല്ല ഒരു എൻഡാണ്. അപ്പൊ ഞാനിപ്പോ നിങ്ങളോടും എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. നിങ്ങൾ ക്രിസ്തുവിൽ സഹോദരന്മാർ തന്നെയാണ്. ഈ ഒന്ന് രണ്ട് കാര്യങ്ങളിലുള്ള തെറ്റ് പറ്റിയെന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. അത് അതിൽ തന്നെ ഒരു തെറ്റല്ല. കാരണം നമ്മൾ എല്ലാ കാര്യത്തിലും അങ്ങനെ എഗ്രി ചെയ്യുന്ന ആളല്ല. ഇപ്പൊ നമ്മുടെ തന്നെ സഭകളിലുള്ള പല ആൾക്കാരുമായിട്ടൊക്കെ നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ അവരോട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മുമ്പോട്ട് പോവുകയും അവരോട് സംസാരിക്കുകയും അവരോട് സ്നേഹത്തോടെ ഇടപെടുകയൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പൊ അല്ലാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ചൊന്നും മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ എന്റെ വാദം എനിക്ക് വളരെ നിസ്സാരമായ വാദമാണുള്ളത്. ഞാൻ വിശ്വസിക്കുന്നത് മത്തായിയുടെ സുവിശേഷം, ഞാൻ എന്റെ വാദത്തിന് ആധാരമായിട്ടിരിക്കുന്നത് മത്തായി സുവിശേഷം 1-ാം അധ്യായം 1-ാം സോളാ സ്ക്രിപ്ചർ വിശ്വസിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത് വാസ്തവത്തിൽ യേശു ക്രിസ്തു അബ്രഹാമിന്റെ പുത്രനാണ്, ദാവീദിന്റെ പുത്രനാണ് എന്നുള്ള വാദമാണ് ഞാൻ വെക്കുന്നത്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ രണ്ടാമത് ഞാൻ വിശ്വസിച്ച സുവിശേഷം ദാവീദിന്റെ പുത്രനായിട്ട് ജനിച്ച് മരിച്ചടക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, ഇതാകുന്നു എന്റെ സുവിശേഷം എന്നുള്ള വളരെ നിർമ്മലമായ സുവിശേഷ സത്യമാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ചയിൽ നിങ്ങൾ സമയം അനുവദിക്കുമെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ പറയാം. അതിൽ ഇത്രയും സമയം ഇത് കേട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഒരു കാര്യം എനിക്ക് ആഗ്രഹമുണ്ട്, ഈ ചർച്ച മുമ്പോട്ട് പോകുമ്പോൾ ഒരാൾ മാത്രം സംസാരിക്കുക, അയാൾ മറുപടി ശേഷം വേറെ ആൾ സംസാരിക്കുക. ഈ രീതിയിൽ ഇപ്പൊ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നിലവില് കുറെ അവഹേളനങ്ങളൊക്കെ നടന്നു. ഞാൻ വരുന്നതിന് മുമ്പ് വളരെ ജിമ്മച്ചൻ എക്കടെ കയറി വട എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇങ്ങനെയൊന്നും അല്ല ജിമ്മച്ച നമ്മൾ പറയേണ്ടത്. നമ്മളൊക്കെ ക്രിസ്തുവിൽ സഹോദരന്മാരാണ്. മോങ്ങൽ നടത്ത് ഉത്തരം മാത്രം മതി. വെയിറ്റ് ചെയ്യും, അല്ലെ പിന്നെ അതിന്റെ കരച്ചിൽ കേൾക്കാൻ വയ്യാത്തോണ്ട് ശിവമച്ച ഒന്ന് ഇടയ്ക്ക് കയറുവോ എബമ്പദ്രേ? ഇത് എത്ര പേരെ എനിക്ക് കരച്ചിലൊന്ന് സ്ലോ ഡൗൺ കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാൻ ഉപകാരമായിരുന്നു. സ്ലോമോ അജി ഒന്ന് കരച്ചിൽ ഇച്ചിരി ഒന്ന് ഷോർട്ട് ആക്കാൻ ഉപകാരമായിരുന്നു. കാരണം വിഷയത്തിൽ നിന്ന് മാറി ഇപ്പൊ ഓൾറെഡി വിഷയം പറഞ്ഞപ്പോ ഒരു വ്യക്തി പോലും ഇവിടെ ഇടപെട്ടില്ല. പക്ഷെ താങ്കൾ ഇപ്പൊ വിഷയത്തിൽ നിന്ന് മാറുമ്പോഴാണ് എല്ലാവരും ഇടപെടുന്നത്. വിഷയത്തിലോട്ട് വരും. വിഷയം പറഞ്ഞു കഴിഞ്ഞോ? വിഷയത്തിൽ ഇപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഇപ്രകാരമാണ്. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ പറഞ്ഞോ, ഇനി ശിവൻ പറയട്ടെ, പറയൂ. ഓക്കെ. അതായത് ശിവൻ പുള്ളിക്കാരൻ ഇപ്പൊ പറഞ്ഞു വെച്ചത് ഇതാണ്, പുള്ളിക്കാരൻ എന്തോ സംതിങ് ഒക്കെ എവിടെ നിന്നൊക്കെ കണ്ടു, പക്ഷെ എന്തോ ആണെന്ന് വിഷയം എന്ന് പറഞ്ഞില്ല പുള്ളിക്കാരൻ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിരുന്നോ? മറ്റേ ദാവീദിന്റെ പുത്രനാണ്, അബ്രഹാമിന്റെ പുത്രനാണെന്ന് പറഞ്ഞു, പിന്നെ സുവിശേഷം പറഞ്ഞു. ഇത് രണ്ടും നമുക്ക് ഡിസ്പ്യൂട്ട് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ചോദ്യം എവിടെ കിടക്കുന്നു, ഉത്തരം എവിടെ? അല്ല, ഇതിന് ഡിസ്പ്യൂട്ട് വല്ലതും ഉണ്ടോ? നമ്മൾ ചോദിച്ചതിന് പുള്ളി ഉത്തരം പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല. ദാവീദിന്റെ പുത്രനാണ്, അബ്രഹാമിന്റെ പുത്രനാണ്, സുവിശേഷം എന്താണെന്നും പറഞ്ഞത് നമുക്ക് ഡിസ്പ്യൂട്ട് എന്തെങ്കിലും ഉണ്ടോ? ശിവമച്ചൻ കേൾക്കുന്നുണ്ടോ? എബിനെ, ഞാനിപ്പോ മോഡറേറ്റേഴ്സിനോടാണ് സംസാരിക്കുക. എനിക്ക് പച്ചക്കൂത്ത് തന്നിരിക്കുന്നത് കൊണ്ടുള്ള കുഴപ്പമാണത്. അതായത് വിഷയത്തിൽ നിന്ന് സംസാരിക്കാതെ വായ്ത്താരി അടിക്കും. ഇപ്പൊ മോഡറേറ്റേഴ്സ് ഇടപെടണം. അല്ല, അത് പിന്നെ കരച്ചിലായിട്ട് മാറും ശിവമച്ച. എനിക്ക് കരച്ചിൽ കേൾക്കുന്ന ഒരു പരിധി ഉണ്ട്. കരയാൻ അനുവദിക്കരുത്. വിഷയത്തിൽ നിന്ന് മാത്രം സംസാരിക്കാൻ നിർബന്ധിക്കണം. ശരി. ഇനി അപ്പൊ ഒരു ഭാഗത്തുനിന്നും കരച്ചില്, ഇനിയും പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക, ഇവിടെ സംസാരിക്കുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയും കരച്ചിൽ അനുവദിക്കത്തില്ല. മോഡറേറ്റർ എന്നുള്ള നാളെ ഞാൻ അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ അപ്പൊ തന്നെ എടുക്കും, സ്റ്റോപ്പ് ചെയ്യും. കരച്ചിൽ ഇനി അനുവദിക്കില്ല. വിഷയം അല്ല, വിട് ജിമ്മിച്ച, ഞാനത് പിടിച്ചു. ഇത്തരം ലെവലിലുള്ള സംസാരം കേൾക്കാൻ താല്പര്യപ്പെടുന്ന ഫാൻസ് ആണ് അദ്ദേഹത്തിനുള്ളത്.
അത് ഈ റൂമിൽ അനുവദിച്ചു കൊടുക്കാൻ മനസ്സിലായി, പറ്റില്ല. എനിക്ക് മനസ്സിലായി. ഞാനതൊക്കെ ഇനി ഹാൻഡിൽ ചെയ്തോളാം, വിഷയത്തിൽ നിന്ന് ഹാൻഡിൽ ചെയ്തോളാം, സംസാരിക്കുകയാണെങ്കിൽ മാത്രമേ സംസാരിക്കാൻ ഹാൻഡിൽ പറ്റുള്ളൂ, ചെയ്തോളാം, അല്ലെങ്കിൽ ഞാൻ മറുപടി ഹാൻഡിൽ പറഞ്ഞേ ചെയ്തോളാം, പറയൂ. ഹാൻഡിൽ ചെയ്തോളാം. ഇപ്പൊ ഞാൻ ആ ശിവച്ചാനോട് ചോദിച്ച ചുമ്മാ ഇതാണ്, നിങ്ങളുടെ സമയം ഈ അനുവദിച്ചു കൊടുത്ത് വായിച്ചു ദാവീദിന്റെ നോക്കാൻ പോലും എനിക്ക് ശിവച്ച പരിപാടി. മത്തായി 1:1 അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്നുള്ളതും പിന്നെ ഞാൻ സുവിശേഷം കേട്ടല്ലോ. പറഞ്ഞ ആ ഇവിടെ ചോദിച്ച ചോദ്യത്തിന് അജി ബ്രദർ മറുപടി വന്നിട്ടില്ല. ഞാൻ ചോദിച്ച എന്താണ്, മറിയത്തിന്റെ സത്ത സ്വീകരിച്ചാണ് യേശു ക്രിസ്തുവിന് ശരീരവും മനുഷ്യപ്രകൃതിയും ഉണ്ടായത് എന്നുള്ളതിന് താങ്കൾ ബിബ്ലിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല. അതിന് താങ്കൾ 2 റെഫറൻസസ് കോട്ട് ചെയ്തു. അത് പ്രൂവ് ചെയ്യലാണെന്ന് ഞങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി കോട്ട് ചെയ്തു. ആ 2 റെഫറൻസസ്, ഒന്ന് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ്, അബ്രഹാമിന്റെ സന്തതിയായ ദാവീദിന്റെ സന്തതിയായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അപ്പൊ ഈ വംശാവലി അബ്രഹാമിന്റെയും ദാവീദിന്റെയും സന്തതിയാണെന്ന് തെളിയിക്കുന്നു എന്നാണ് താങ്കളുടെ വാദം. അപ്പൊ അതാണ് താങ്കളുടെ വാദമെങ്കിൽ അബ്രഹാമിൽ നിന്നും ദാവീദിൽ നിന്നും ജെനറ്റിക്കലായി അല്ലെങ്കിൽ ജനിതകപരമായി എന്തോ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് താങ്കൾ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ജോസഫിന്റെ സ്പെമാട്ട ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ജോസഫിന്റെ സ്പെമാട്ട ഉപയോഗിച്ചിട്ടില്ല എന്ന് മത്തായിയുടെ സുവിശേഷം താഴത്തേക്കുള്ള വാക്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അവിടെ ജീനിയോളജി പറഞ്ഞിരിക്കുന്നത് ജെനറ്റിക്കലി ബന്ധമുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ താങ്കൾ അത് പ്രൂവ് ചെയ്യണം. ദാവീദിന്റെ സന്തതിയിൽ ആരിൽ നിന്നെങ്കിലും ജനിതകം ഉപയോഗിച്ചു എന്നുള്ളത് താങ്കൾ പ്രൂവ് ചെയ്യണം. അത് ഉപയോഗിച്ചിട്ടില്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് താഴെ 14 കഴിഞ്ഞിട്ടുള്ള വാക്യങ്ങളിൽ ശ്രമിക്കുന്നത്. പരിശുദ്ധാത്മാവ് അതാണ് അവിടുത്തെ എക്സ്പ്ലനേഷൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അജിയുടെ വാദം നിലനിൽക്കുന്നില്ല. ഈ അബ്രഹാമിന്റെ സന്തതിയായ ദാവീദിന്റെ സന്തതിയായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറയുമ്പോൾ അതിന് ജെനറ്റിക്കൽ കണ്ടിന്യൂവേഷൻ ഉണ്ട് എന്ന് ആ പുസ്തകത്തിൽ ആ അധ്യായം തന്നെ സമ്മതിക്കുന്നില്ല. അങ്ങനെ സമ്മതിക്കാതിരിക്കുന്ന കാര്യമാണ് അജി ഞങ്ങളോട് പറയുന്നത് മറിയത്തിൽ നിന്ന് സത്ത സ്വീകരിച്ചു എന്നുള്ളത് തെളിവായി വാക്യം സ്വീകരിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ അജി വീണ്ടും ഞങ്ങളുടെ ചോദ്യത്തിൽ വീണ്ടും അജി വന്ന് നിൽക്കുകയാണ്. ആ സത്ത സ്വീകരിച്ചു എന്നുള്ളത് ജെനറ്റിക്കൽ ആയിട്ടുള്ള ജീൻ സ്വീകരിച്ചു എന്നുള്ളതാണെങ്കിൽ അതിനാണ് ഞങ്ങൾക്ക് എവിഡൻസ് വേണ്ടത്, തെളിവ് വേണ്ടത്. അതിന് ഈ വാക്യം പര്യാപ്തമല്ല. രണ്ടാമത് പൗലോസിന്റെ തിമോഥെയോസിന് എഴുതിയ ഗ്രന്ഥത്തിൽ നിന്നുള്ള വാക്യമാണ് അങ്ങ് കോട്ട് ചെയ്തത്. എന്താണ് അജി കോട്ട് ചെയ്തത്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റിൽ നിന്നിട്ട് ഇതേ കാര്യം തന്നെയാണ് വീണ്ടും അവിടെ തുടരുന്നത്. ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സത്ത സ്വീകരിച്ചു എന്നുള്ളത് തെളിവായി സ്വീകരിക്കണം എന്നുള്ള വാദമാണ് താങ്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ജനിച്ചു, അപ്പൊ അതിന്റെ അർത്ഥം സത്ത സ്വീകരിച്ചു എന്ന് ഞങ്ങൾ അംഗീകരിക്കണം. ഞങ്ങളുടെ ചോദ്യം അതാണ്. ഹേ, സത്ത സ്വീകരിച്ചു എന്നുള്ളതിന് തെളിവ് തരണം. അത് ജനിച്ചു എന്ന് പറഞ്ഞാൽ സത്ത സ്വീകരിച്ചു എന്നാകത്തില്ല. കാരണം ബൈബിൾ ജനിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ജെനറ്റിക്കലായി ജനിതകപരമായി മറ്റൊരാളെ ജനിപ്പിച്ചതിനെ കുറിച്ചാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നിടത്ത് മാത്രം ജനിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പൂർണ്ണമായും അതിന്റെ ഗ്രീക്ക് യൂസേജിൽ ജനിച്ചവനാണ് പ്രാധാന്യം, ജനിപ്പിച്ചവനല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബൈബിൾ അങ്ങനെ വിവർത്തനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ സത്ത സ്വീകരിച്ചു എന്നുള്ളത് തെളിവ് എന്താന്ന് ചോദിക്കുമ്പം ഒന്നാമത്തെ തെളിവ് ജീനിയോളജിയിൽ ദാവീദിന്റെ സന്തതി എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ തെളിവ് ദാവീദിൽ നിന്ന് അല്ലെങ്കിൽ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു എന്നുള്ളതാണ്. ജനിച്ചു എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വന്നു എന്നേ അതിന്റെ അർത്ഥമുള്ളൂ. നമ്മുടെ ചോദ്യം അതല്ല. നമ്മുടെ ചോദ്യം ഈ കുഞ്ഞ് ഉളവാകുവാൻ, ഈ കുഞ്ഞ് ഉരുവാകുവാൻ ദാവീദിന്റെയോ അബ്രഹാമിന്റെയോ മറിയത്തിന്റെയോ ആരുടെയെങ്കിലും ജെനറ്റിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചു എന്നുള്ളതിന് തെളിവ് തരാനാ പറയുന്നത്. അതിന്റെ തെളിവാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് അജി ബ്രദർ ഇതുവരെ വെച്ചിട്ടില്ല. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഉണ്ടെങ്കിൽ തരിക. ഓക്കെ, നമ്മൾ ഈ ജനറ്റിക് ബൈബിൾ എന്നുള്ള വാക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ ബൈബിളിൽ ജനറ്റിക്സ് ഉണ്ടെന്നും ഞാൻ ആദ്യമായിട്ടാണ് സത്യത്തിൽ കേൾക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബൈബിളിൽ ജനറ്റിക്സ് പരമായ തെളിവുണ്ടോ എന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട ഷിജിമോൻ. ഇത് എനിക്കറിയില്ല ഇത് ഏത് ബൈബിൾ സ്കൂളാണ് പഠിച്ചത്. ആ ബൈബിൾ സ്കൂളിലെ പ്രിൻസിപ്പാളിനെ ഒന്ന് കാണണം എനിക്ക്. കാരണം ആരാണ് ഈ ബൈബിളിൽ ജനറ്റിക്സ്? ഞാൻ ഇത്രയും നാള്, എനിക്ക് 40-45 വയസ്സായി, ഞാൻ കുഞ്ഞുനാളിൽ തൊട്ട് കാണുന്നതാണ്. ഇതിനകത്ത് ജനറ്റിക്സ് എന്നൊരു വാക്ക് പോലും ബൈബിളിൽ, ജനീവ ബൈബിൾ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ജനറ്റിക്സ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ ജനറ്റിക്കലി യേശുവിന്
മറിയുമായിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നും കൂടെ ഒന്ന് ഇച്ചിരിയുടെ ഒന്ന് മാറ്റാൻ പറ്റും. അത് ജനറ്റിക്കലി ബന്ധമുണ്ടെന്നുള്ള ഈ വാദം ഒന്ന് മാറ്റം പിടിക്കാൻ പറ്റും. കാരണം അങ്ങനെ ഒരു വാദം സത്യത്തിൽ ഈ സോളാ സ്ക്രിപ്ചറിൽ ഇല്ല. അങ്ങനെ ഒരു വാദം ഞാനായിട്ട് പറഞ്ഞായിട്ടും എനിക്ക് ഓർമ്മയില്ല. എവിടെയാണ് ഞാൻ യേശു ക്രിസ്തുവിനെ ഇങ്ങനെ ഒരു ജനിതകമായ രീതിയിൽ, ഞാനതൊരു മകൻ എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ടാവും, അതല്ലാതെ ഈ ജനറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വന്ന പെശകാണ്. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു നിങ്ങൾ അങ്ങനെ അറിയാതെ ഞാൻ പറഞ്ഞു പോയി ക്ഷമിക്കണം. അവന്റെ വംശാവലിയിൽപ്പെട്ടയാള്, അവന്റെ കടിപ്രദേശത്തുള്ള ഫലം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രൂട്ട് ഓഫ് ദ വൂം, ഗർഭഫലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഈ ജനിതകപരമായ ബന്ധമെന്ന് അല്ലെങ്കിൽ ജനറ്റിക്കലി ബന്ധമെന്ന് എവിടെയാണ്, എപ്പോഴാണ്, ആരോടാണ് പറഞ്ഞതെന്ന് ഒന്ന് പറഞ്ഞാൽ അത് നമുക്ക് സെറ്റാക്കാം. എവിടെയാണ് ഞാൻ അങ്ങനെ ഒരു വാദം വരുത്തായിട്ട് ബഹുമാനപ്പെട്ട ഷിജിമോൻ തങ്കപ്പൻ സാറ് കണ്ടേക്കണേ? എവിടെയാണ് അത് പറഞ്ഞേക്കുന്നത്? അതൊന്ന് കേൾപ്പിച്ചാൽ, അല്ലെങ്കിൽ പറഞ്ഞാൽ എവിടെ വെച്ചാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ഞാൻ കാരണം അങ്ങനെ പറയാൻ കാരണം അങ്ങനെ ഒരു വാക്യം ബൈബിളിൽ ഇല്ല. ജനിതകപരമായിട്ട് മറിയ യേശുക്രിസ്തുവിന്റെ പിന്നെ യേശുക്രിസ്തു മറിയയുടെ ജനിതകപരമായ പുത്രനാണെന്നൊരു വാക്ക് ബൈബിൾ ഉള്ളതായിട്ട് എനിക്കറിവില്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് കെയർലെസ് കഴിഞ്ഞില്ലേ കഴിഞ്ഞു. ഇത് റിപ്പീറ്റ് ചെയ്യുകയാണ് പല 3 വട്ടം ഇത് തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളവളാന്ന് അടിച്ചോണ്ടിരുന്ന ഇടയ്ക്ക് കയറുമെന്ന് ഓൾറെഡി ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. അത് കയറും, അത് ആര് പറഞ്ഞാലും കയറും. അത് ഈ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടാണ് നിർത്തിയത്. സോ വളവള നിർത്തിയിട്ട് കാര്യത്തിലോട്ട് വരും. കാര്യം അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഞാൻ ഇടയ്ക്ക് വളവള നിർത്തു. ഓക്കെ, അത് മനസ്സിലായി കേട്ടു. ഓക്കെ, എന്നാ മ്യൂട്ട് ചെയ്യും. തീർന്നില്ലേ? വേറെ പോയിന്റ് ഉണ്ടെങ്കിൽ പറയൂ, ഞാൻ ഇതുപോലുള്ള അടിസ്ഥാനരഹിതമായ നുണയാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഒരു സുവിശേഷകനാണെന്ന് പറയുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു നുണ പറയുന്നത്? ഞാൻ എവിടെയാണ് ഇപ്പൊ ജനറ്റിക്സ് എന്നൊരു വാക്ക് ബൈബിളിലുണ്ടോ? ജനിതകം എന്ന് പറഞ്ഞാൽ ജനറ്റിക്സ് എന്നൊരു വാക്ക് ബൈബിളിലുണ്ടോ? ഉണ്ടോ? അപ്പൊ ഞാൻ പറയാണ്, ഇവരാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറഞ്ഞിരിക്കുന്ന അണ്ടം, ബീജം, ക്രോമസോം, എക്സ്, വൈ, അത്, മാങ്ങ, ചേന, ഇതൊക്കെ പറയുന്നത്. നമ്മളിവിടെ ഒരു സ്ഥലത്തും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് വാസ്തവത്തിൽ നമ്മളെ ഒരു 2 നൂറ്റാണ്ട് മുമ്പ്, അല്ലെങ്കിൽ വേണ്ട 1 നൂറ്റാണ്ട് മുമ്പ് ഒരു കുട്ടി ഒരു അച്ഛന്റെയും അമ്മയുടെയും എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അർത്ഥം. അച്ഛന്റെയും അമ്മയുടെയും കുട്ടി, അത്രേ ഉള്ളൂ. അവന്റെ വീര്യത്തിന്റെ ബലം, അല്ലെങ്കിൽ ഫലം, അല്ലെങ്കിൽ അവന്റെ കടിപ്രദേശത്തിന്റെ ഫലം, ഇത്രേ ഉള്ളൂ. ഇത് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ അവൻ മറിയയുടെ മകനാണ്, ആ രീതിയിൽ അവൻ ദാവീദിന്റെ കടിപ്രദേശത്ത് വന്നവനാണ്, ആ രീതിയിൽ അവൻ അബ്രഹാമിന്റെ സന്തതിയാണ്. ഇതാണ് എന്റെ വാദം. ഇതേ പറഞ്ഞു ജനിതകം. താങ്കൾ ഇത്രയും പറഞ്ഞില്ലേ? താങ്കൾ ഒരു തെളിവ് വെക്കൂ. ഞാൻ ഈ ജനറ്റിക്സ് കോഡോ XY ക്രോമസോം എടുത്ത് ഒരു തെളിവ് വെക്കും മിസ്റ്റർ ഷിജുമോൻ, എന്നിട്ട് സംസാരിച്ചാൽ മതി. സംസാരിച്ചോളൂ. ഒരു കാര്യം വ്യക്തമായി, താൻ മുന്നോട്ട് വെച്ച വാദത്തിൽ ഉറച്ചു നിന്ന് ആ വിഷയത്തിൽ സംസാരിക്കാനുള്ള യാതൊരു കച്ചുതുരുമ്പും കയ്യിലില്ല എന്നുള്ളത് കരച്ചിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിലെ ജീനിയോളജി, അതാണ് എന്റെ വിശ്വാസത്തിന് ആധാരം എന്ന് പറഞ്ഞയാള് നിന്ന നിപ്പിൽ ജീനിയോളജിക്ക് അടിസ്ഥാനമായിരിക്കുന്ന ജനിതകം എന്ന് ഞാൻ പറഞ്ഞ വാക്ക് പിടിച്ചിട്ട് അത് ബൈബിളിലുണ്ടോ എന്ന് ചോദിച്ചു. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും എഴുതിയിരിക്കുന്ന ജീനിയോളജി ജനറ്റിക്കൽ സബ്സ്റ്റൻസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അല്ലാതെ അത് യേശുക്രിസ്തുവിന്റെ ജനനവും തമ്മിൽ അത് റിലേറ്റ് ചെയ്യുന്നില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഇനി അത് റിലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള വാദം കൊണ്ടുവന്നത് അജി ബ്രദറാണ്. എങ്ങനെ? മറിയത്തിൽ നിന്ന് സത്ത സ്വീകരിച്ചു എന്നുള്ള വാദം. അങ്ങനെയെങ്കിൽ അജിയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് ജനറ്റിക്കൽ റിലേഷൻ ഇല്ലാതെ കണ്ട് സത്ത എങ്ങനെ സ്വീകരിച്ചു എന്നാ ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യം മനസ്സിലാക്കാനുള്ള വെളിവില്ലേ? സാമാന്യമായ ചോദ്യമല്ലേ ചോദിച്ചുള്ളൂ. സത്ത സ്വീകരിച്ചാണ് യേശുക്രിസ്തുവിന്റെ ശരീരവും മനുഷ്യപ്രകൃതിയും എന്ന് താങ്കൾ പറയുമ്പോൾ ആ സത്ത എങ്ങനെ സ്വീകരിച്ചു എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിനാണ് ഞങ്ങൾ തെളിവ് വേണ്ടത്. അത് തരാൻ താങ്കളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് താങ്കൾ ഇപ്പൊ എന്റെ വാക്ക് പിടിച്ച് എന്റെ അണ്ണാക്കി തരിക എന്ന് വിചാരിച്ചാൽ നടക്കില്ല സുഹൃത്തെ. താങ്കൾ ആദ്യം ചെയ്യേണ്ടത്, താങ്കൾ പറഞ്ഞ വാദമുണ്ടല്ലോ, സത്ത സ്വീകരിച്ചു, ആ സത്ത എങ്ങനെയാണ് സ്വീകരിക്കപ്പെട്ടതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ സബ്സ്റ്റൻസ് എങ്ങനെ സ്വീകരിച്ചു എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ സ്വീകരണം മറിയത്തിന്റെ ജീനോ അണ്ടമോ എന്ത് കൊണ്ടുപോയാലും നിങ്ങൾ കണക്കാക്കിക്കോ, എനിക്കതിന് വിഷയമല്ല. അതെന്താന്ന് താങ്കളാ പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്. എന്റെ സംശയമാണ് അത് ജീനിന്റെ ആണോ, അണ്ടത്തിന്റെ ആണോ, സ്പെമാറ്റ ആണോ, ഇതാ ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ സ്പെമാറ്റ ആണെങ്കിൽ താങ്കൾ പറയണം
അല്ല, മറിയത്തിന്റെ അണ്ടമാണെങ്കിൽ അത് താങ്കൾ പറയണം. അവിടെ ശരീരം സ്വീകരിക്കാനും നേച്ചർ സ്വീകരിക്കാനും മറിയത്തിൽ നിന്നാണ് സ്വീകരിച്ചതെന്ന് താങ്കൾ പറയുമ്പോൾ, അത് സത്ത എന്ന സിംഗിൾ വേർഡ് താങ്കൾ പറയുമ്പോൾ, ആ സത്തയ്ക്ക് നിദാനമായിരിക്കുന്ന ഘടകം എന്തെന്നാണ് ചോദിക്കുന്നത്. അതിന് താങ്കൾ ഉത്തരം പറയുന്നില്ല. അതിന് പകരം ഇങ്ങനെ പതിപ്പ് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്റെ വായിലേക്ക് തിരികുകയാണ്, ബൈബിള് ഞാൻ ജെനറ്റിക് എന്ന് വായിച്ചിട്ടില്ല, ബൈബിള് ഞാൻ ജീനിയോളജി എന്ന് കണ്ടിട്ടില്ല, ബൈബിള് ഞാൻ അത് കണ്ടിട്ടില്ല. ബൈബിളിൽ കാണാത്ത കാര്യം താങ്കൾക്ക് വിളിച്ചു പറഞ്ഞ് പ്രസംഗിക്കുന്നതിന് തടസ്സമൊന്നും ഇതുവരെ ഉണ്ടായില്ലല്ലോ. ഇത്രയും നാളും വിളിച്ചു പറഞ്ഞത് ബൈബിൾ ഇല്ലാത്ത കാര്യമല്ലേ? അപ്പൊ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? അങ്ങനെയെങ്കിൽ താങ്കൾ ഈ കാര്യത്തിലാണ് മറുപടി പറയേണ്ടത്. ഈ സബ്സ്റ്റൻസ് എന്ന വാക്ക്, മറിയത്തിൽ നിന്ന് സബ്സ്റ്റൻസ് സ്വീകരിച്ചു എന്ന് താങ്കൾ പറയുന്ന വാദം ബൈബിളിലുണ്ടോ? സത്ത സ്വീകരിച്ചു എന്ന് ബൈബിളിലുണ്ടോ? അത് ഇല്ലാത്തത് കൊണ്ടല്ലേ ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. അപ്പൊ ചോദിക്കുന്ന ഞങ്ങൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഗതികെട്ട അവസ്ഥയാണോ താങ്കളുടെ വാദത്തിലുള്ളത്? സത്ത സ്വീകരിച്ചു എന്ന് ബൈബിളിൽ ഇല്ല, ഞങ്ങൾ കണ്ടില്ല, ഉണ്ടെങ്കിൽ കാണിച്ചു തരാനായി പറയുന്നത്. ഇനി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അത് എങ്ങനെ സ്വീകരിച്ചു എന്ന് താങ്കൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞങ്ങൾ ഈ പറയുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യത്തുമില്ല, കാണിച്ചു തരത്തുമില്ല. എന്നിട്ട് പറയാണ് നിങ്ങൾ സത്ത സ്വീകരിച്ചു എന്ന് വിശ്വസിക്കണം, അത് ജനിതകമാണോ സ്വീകരിച്ചത്, ജനറ്റിക്കലി ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കാൻ പാടില്ല. ഇത്ര ഗതികെട്ട അവസ്ഥയിൽ പോയിട്ട് തിയോളജി പറയുന്ന കാര്യമുണ്ടോ സുഹൃത്തെ? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് താങ്കൾ എന്നോട് തിരിച്ച് ഞാൻ പറഞ്ഞ വാക്ക് വെച്ചിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഞങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുന്നതാണ്, അല്ലാതെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ ചോദ്യം ചോദിക്കാതെ മനസ്സിലാകുന്ന നിലയിൽ ഒന്ന് പറഞ്ഞു തരൂ. ഈ സത്ത സ്വീകരിച്ചു എന്ന് പറയുന്നത് ഏത് നിലയിലാണ്, ഏത് രീതിയിലാണെന്ന്. അതാണ് ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം. അത് പറയാനാണ് താങ്കളെ മുകളിലേക്ക് ക്ഷണിച്ചത്. താങ്കൾ അത് ചെയ്യൂ. ധർമ്മം മൈക്കെടുത്തു. ഇത് വളരെ നന്നായി. ഞാൻ വിചാരിച്ചു ഇത് തീരില്ലായിരിക്കും. വളരെ നന്നായി. ശിവംബർ ഇപ്പൊ പ്രിസൈസ് ആയിട്ട് സംസാരിക്കാൻ പഠിച്ചു. നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ഇങ്ങനെ ചോദ്യങ്ങൾ ഉത്തരങ്ങളായിട്ട് പോകണം. വളരെ നല്ലതാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഈ ജെനറ്റിക്സ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു കേട്ടോ. ഈ ജെനറ്റിക്സ് എന്നും എന്താണ്ടൊക്കെ ഈ ശാസ്ത്രത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് ഈ സയൻസിനോട് അത്ര വലിയ പരിചയമില്ല. അദ്ദേഹത്തിന് നല്ല പരിചയമുള്ള ഏരിയ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം, ഇപ്പൊ നമുക്ക് എക്സ്പെർട്ടൈസ് ഉള്ള ഏരിയത്തിലായിരിക്കുമല്ലോ, അപ്പൊ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കും. അപ്പൊ ഞാൻ അത് ഇച്ചിരി പരിങ്ങിലായതുകൊണ്ടാണ് ഞാൻ ഈ സയൻസിലോട്ട് അധികം പോവാത്തത്. അപ്പൊ നമുക്ക് ഇപ്പൊ പോയിന്റിലോട്ട് ഏകദേശം വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് സത്ത സ്വീകരിച്ചു. ഞാൻ ഇതിനെ ഒരു ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്. വളരെ സിമ്പിളാണ്. ഇപ്പൊ എനിക്കൊരു മകനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അപ്പനുണ്ട്, അവർക്ക് ഒരു അപ്പനുണ്ട്. ഈ ഒരു 4 തലമുറ വരെ എനിക്കറിയാം. അപ്പൊ 4 തലമുറ വരെ എനിക്കറിയുമ്പോ എനിക്ക് എന്റെ അപ്പന്റെയും അമ്മയുടെയും കയ്യിൽ നിന്നാണ് ഈ ഗുണങ്ങൾ കിട്ടിയെന്നാണ് പൊതുവിൽ വിശ്വാസം. അതിനകത്ത് ജനിതകവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോഴും അറിയില്ല. ജനറ്റിക് സയൻസ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് അതിനെ പറ്റി അത്ര ഗ്രാഹ്യമില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ എന്താണ്, മകൻ, അവന്റെ മകൻ, അവരുടെ മകൻ, നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അവൻ ഇന്നവനെ ജനിപ്പിച്ചു, ഇന്നവനെ ജനിപ്പിച്ചു എന്നുള്ള വാക്യം. അപ്പൊ അതിനനുസരിച്ചിട്ട് ദാവീദിന്റെ മകനാണ് യേശു ക്രിസ്തു എന്നാണ് എന്റെ വിശ്വാസം. ഇതാണ്. അതല്ലാതെ ജനിതകം, അതിന്റെ ക്രോമസോം, XY ഇതൊന്നും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. തന്നെയല്ല, അത് ആ ഒരു കാലഘട്ടത്തില് നമുക്കറിയാവുന്ന പോലെ ഈ 50-100 വർഷമായിട്ടുള്ള ഈ ജനിതക ശാസ്ത്രം ഇതൊക്കെ വികസിച്ചിട്ട് അതിനു മുമ്പ് മനുഷ്യരുണ്ടായിരുന്നു. അതിനു മുമ്പും ബൈബിളിന് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടായിരുന്നു. ഇവരോട് ചോദിക്കണം, ആ ജനിതകപരമായിട്ട് ബന്ധമാണ്, ജനറ്റിക്സിന്റെ ബന്ധം. ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. യേശു ക്രിസ്തു വാസ്തവത്തിൽ ദാവീദിന്റെ മകനാണ്. യേശു ക്രിസ്തു വാസ്തവത്തിൽ മറിയയുടെ മകനാണ്. മറിയയുടെ, അതായത് ഗർഭഫലമാണ്, ഫ്രൂട്ട് ഓഫ് ദ വൂംബ്. ഗർഭഫലമാണ് മറിയയുടെ, യേശു ക്രിസ്തു മറിയയുടെ ഗർഭഫലമാണ്. ഇതാണ് എന്റെ വാദം. ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും ആ അമ്മയിൽ നിന്ന് ഒരു കുഞ്ഞ് സ്വീകരിക്കേണ്ടതായ കാര്യങ്ങൾ അവൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് പറയുന്നതിനെ നിങ്ങൾ എന്ത് വേണേലും വിളിക്കാം. നിങ്ങൾക്ക് അതിനെ ജനിതകമെന്ന് വിളിക്കാം. എനിക്കറിയില്ല നിങ്ങൾക്ക് അത് അങ്ങനെ വിളിക്കണമെന്ന്. മനസ്സിലായോ? അപ്പൊ നമ്മളൊരു വാദം പറയുമ്പോൾ എന്താണ് അതിന്റെ ഒരു കോമൺ സെൻസ്, എന്താണ് അത് മനസ്സിലാക്കണം. അപ്പൊ അതിനകത്ത് ജനിതക ശാസ്ത്രം കൊണ്ടുകെട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കുത്തിക്കെട്ട അതിന്റെ ആവശ്യമില്ല അതിന്റെ അകത്ത്. ഇത് ചരിത്രപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ്. യേശു ക്രിസ്തു മറിയയുടെ മകനാണെന്നുള്ളതാണ് ലോകത്തിലുള്ള ക്രൈസ്തവരുടെ സകലരുടെയും വിശ്വാസം. ബൈബിൾ അതാണ് പറയുന്നത്. അവൻ മറിയയുടെ മകനാണ്, അവൻ യോസെഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. ഇത് ഈ കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും തന്നെ പറയാറുണ്ട്. നമുക്ക് ചർച്ച മുമ്പോട്ട് പോവാം. പറയൂ. ഇതാണ് എന്റെ വാദം. വാസ്തവത്തിൽ അവൻ മറിയയുടെ മകനാണ്. വാസ്തവത്തിൽ അവൻ ഒരു മാതാപിതാക്കൾക്ക് ജനിച്ച മകനാണ്. അവൻ ദൈവപുത്രനായിരുന്നു എങ്കിൽ തന്നെയും അവൻ സ്ത്രീയുടെ സന്തതിയാണ്. ഇതാണ് എന്റെ വാദം. വെരി ഗുഡ്. താങ്ക് യു യവനെ. പിന്നെയും വളരെ വ്യക്തമായി അജി തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. സബ്സ്റ്റൻസ് സ്വീകരിച്ചത് എങ്ങനെയാണ്, എന്താണ് സബ്സ്റ്റൻസ് എന്ന് പറയുവാൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല.
3 ചാൻസ് കിട്ടിയിട്ട് ആ 3 ചാൻസിലും അത് എന്താണെന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ വന്ന് നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അവിടെ വരെ എത്തി. നമ്മൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ വരെ എത്തി. വളരെ നല്ല ഒരു സ്റ്റാൻഡ് ആകട്ടോ. എന്നാണെങ്കിൽ ഇന്ന് വൈകിട്ട് ഒരു റൂം ഇടുന്നുണ്ട്, ദൈവം അനുവദിച്ചാൽ. താങ്കൾ ഇത്രയും കാലത്തിനിടയിൽ മാറ്റി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ട്, റൂം ഇടുന്നുണ്ട്. ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഈ ലെവൽ വരെ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇനി താങ്കൾക്ക് ഇനി ഒന്നും പറയാനില്ല എന്ന് 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ വ്യക്തമായ സ്ഥിതിക്ക് താങ്കൾ ഈ വാസ്തവമായും എന്ന് പറയുന്നത്, വാസ്തവമായും ദാവീദിന്റെ മകൻ, വാസ്തവമായും അബ്രഹാമിന്റെ മകൻ, വാസ്തവമായും മറിയുടെ മകൻ എന്ന് പറയുന്നത്, ആ വാസ്തവമായും എന്ന് താങ്കൾ പറയുന്നത് ഏത് അർത്ഥത്തിലാണെന്നാണ് ഞങ്ങൾ ഈ ചോദിക്കുന്നത്. അത് മനസ്സിലായില്ല അല്ലെ ഈ സമയമായിട്ടും? ആ വാസ്തവമായും എന്ന് താങ്കൾ പറയുന്നത് മറിയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ള കാരണം കൊണ്ട് മകൻ എന്നുള്ള അർത്ഥത്തിലാണോ, അതോ മറിയത്തിന്റെ സത്തയിൽ നിന്ന് ശരീരം സ്വീകരിച്ചു എന്നുള്ള വാദപ്രകാരമാണെങ്കിൽ സത്തയിൽ നിന്ന് സ്വീകരിച്ചു എന്നുള്ളതിനാണ് ഞങ്ങൾക്ക് എവിഡൻസ് വേണ്ടത്. അത് താങ്കൾ വെക്കുന്നില്ല. അത് വെക്കാത്ത കാലത്തോളം ഈ വാസ്തവം എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഇനി ആ വാസ്തവം എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്ന അർത്ഥത്തിലാണെങ്കിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല. അതായത് പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭിണിയായി, അത്യുന്നതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ അല്ലെങ്കിൽ ഹോളി തിങ് എന്ന് പറയുന്നത് എന്തോ അത് വചനം ജഡമായി തീർന്നതാണ്. അത് വളർച്ച പ്രാപിക്കുന്ന ഒരു ശരീരവും വളർച്ച പ്രാപിക്കുന്ന ഒരു സോളുമുള്ള കുഞ്ഞ് 9 മാസമോ അതിലധികമോ നാൾ ഗർഭത്തിലിരുന്നു, മറിയത്തിലൂടെ പുറത്തു വന്നു. ഇതിനെയാണ് താങ്കൾ ഒരു കോള് വരുന്നു. ഇതിനെയാണ് താങ്കൾ ജനനം എന്ന അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് വിഷയമില്ല. ഇനി അല്ല, മറിയുടെ മകൻ അല്ല യേശു എന്ന് ഞങ്ങൾക്ക് വാദമില്ല. താങ്കൾ അത് കൂടെ ഈ ഒരു സ്ട്രോമാൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാൻ വാസ്തവമായും വിശ്വസിക്കുന്നു യേശു ദാവീദിന്റെ മകനാണ്, ഞാൻ വാസ്തവമായും വിശ്വസിക്കുന്നു ആ മറിയുടെ മകനാണ്. ഇതന്നെ ഞങ്ങൾ അത് വിശ്വസിക്കുന്നില്ലേ? ഞങ്ങൾ അത് തന്നെയാ പറയുന്നത്. പക്ഷെ ഞങ്ങൾ പറയുമ്പോൾ ജനനം എന്ന പ്രോസസ്സിനെ മാത്രമേ ഞങ്ങൾ കണക്കാക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ ജനനത്തിന്റെ കാരണം സത്ത സ്വീകരിച്ചത് കൊണ്ടാണ് കുഞ്ഞുണ്ടായതെന്നാണ് നിങ്ങൾ പറയുന്നത്. മനുഷ്യപ്രകൃതിയും ശരീരവും ഉണ്ടായെന്നാണ് നിങ്ങൾ പറയുന്നത്, ഇല്ലേ? സത്ത സ്വീകരിച്ചത് കൊണ്ടുണ്ടായ ആ മനുഷ്യപ്രകൃതിക്കും ആ ശരീരത്തിനും സത്ത സ്വീകരിച്ചു എന്ന നിങ്ങളുടെ വാദം നിങ്ങൾ തെളിയിക്കണം. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത കാലത്തോളം ആ വാസ്തവം എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് അർത്ഥത്തിലാണ്? അതാണ് ഞങ്ങളുടെ ചോദ്യം. അതിന് മറുപടി ഉണ്ടെങ്കിൽ പറ സഹോദര. അതിന് മറുപടി ഇല്ലാത്ത കാലത്തോളം അതിന് തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ ആണ് താങ്കൾ തരേണ്ടത്. അല്ലാതെ കണ്ട് 18-ാം നൂറ്റാണ്ടിന് ശേഷം ഉയർന്നു വന്ന ശാസ്ത്രത്തിൽ നിന്ന് ഞങ്ങൾ തെളിവ് ചോദിച്ചില്ല. നിങ്ങളോട് ശാസ്ത്രീയമായ വിശദീകരണം ഞങ്ങൾ ചോദിച്ചില്ല. ഞങ്ങൾ ചോദിച്ച് ബൈബിൾ എഴുതിയ കാലഘട്ടത്തിൽ ബൈബിൾ രചയിതാക്കൾ പുസ്തകങ്ങൾ എഴുതിയപ്പോൾ അവർ ഉപയോഗിച്ച വേർഡിന്റെ മീനിങ് വെച്ചിട്ട് താങ്കൾ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ഞങ്ങൾ അത് കേൾക്കാനേ ഇരിക്കുന്നത്. അല്ലാണ്ട് താങ്കളെ കൊണ്ട് ഇപ്പം ഈ ജനറ്റിക്കലി മറിയത്തിന്റെ ഉദരത്തില് ജീനിനെ സംബന്ധിച്ചോ അല്ലെ അങ്ങനെയൊക്കെ ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ താങ്കളെ കൊണ്ടും തല ലോകത്തിൽ ആരെ കൊണ്ടും പറ്റില്ല. ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടാത്ത കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് സ്ട്രോമാൻ ഉണ്ടാക്കണ്ട. 2 സ്ട്രോമാനാണ് കഴിഞ്ഞ 1 മിനിറ്റ് 2 മിനിറ്റ് സംസാരിച്ചപ്പോൾ താങ്കൾ വെച്ചത്. ആ 2 സ്ട്രോമാനും അവിടെ കയ്യിൽ വെച്ചാൽ മതി, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഞങ്ങൾ ചോദിച്ചത് ഈ വാസ്തവമായും എന്ന് താങ്കൾ പറയുന്ന ഈ സത്ത സ്വീകരിച്ചു എന്നുള്ളതിന് ബിബ്ലിക്കൽ എവിഡൻസ് ആണ് ചോദിച്ചാൽ. മറിയത്തിൽ നിന്ന് ജനിച്ചു എന്ന് ഞങ്ങൾക്കറിയാം, മറിയത്തിന്റെ ഗർഭപാത്രത്തിലായിരുന്നു കുഞ്ഞെന്ന് ഞങ്ങൾക്കറിയാം, മറിയത്തെ യേശു അമ്മ എന്ന് വിളിച്ചു എന്ന് പോലും ഞങ്ങൾക്ക് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജോസഫിനെ പിതാവ് എന്ന് വിളിച്ചിരിക്കുന്ന സെൻസിൽ തന്നെയാണ് മറിയത്തെ അമ്മ എന്ന് വിളിച്ചിരിക്കുന്നത്, മറിയത്തിന്റെ ഉദരത്തിൽ ജനിച്ചത് കൊണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് പിതൃത്വം എന്ന് പറയുന്ന ജോസഫിന്റെ പിതൃത്വം പോലെ തന്നെ മറിയയുടെ മാതൃത്വത്തിനും അവിടെ ആ സെൻസ് ഞങ്ങൾ കണക്കാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ സെൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ സെൻസ് ചെയ്യുന്നത് വാസ്തവമായും എന്ന് പറയുന്നത് നിങ്ങൾ സെൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് വിശദീകരിക്കുക. അതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. അല്ലാതെ മറിയത്തിൽ നിന്ന് ജനിച്ചില്ല എന്ന് ഞങ്ങൾ പറയുന്നു എന്നുള്ള നുണ പറയരുത്. ഇതുപോലെ പച്ച നുണകൾ പറഞ്ഞാണ് താങ്കൾ അനുദിനം മറ്റു റൂമുകളിൽ ഇരുന്നിട്ട് ഞങ്ങളെ അപഹസിക്കുന്നത്. ഇന്നത്തെ ദിവസം ഇവിടെ വളരെ വ്യക്തമായി താങ്കളുടെ നുണകൾ നിലനിൽക്കുകയില്ല. താങ്കൾ ഇനി വിശദീകരിക്കൂ. ഈ വാസ്തവമായും അവൾ മറിയയുടെ മകനാണെന്ന് അല്ലെങ്കിൽ ദാവീദിന്റെ മകനാണെന്ന് താങ്കൾ ആവർത്തിച്ച് പറയുമ്പോൾ ആ വാസ്തവം എന്നത് താങ്കൾ ഏത് അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്? സത്ത സ്വീകരിച്ചു എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെയെങ്കിൽ സത്ത സ്വീകരിച്ചു എന്നുള്ളത് തെളിവ് വയ്ക്കുക. അത് ഏത് നിലയിലാണ് ബൈബിൾ പറയുന്നതെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഓക്കെ, ശരി. വാസ്തവം എന്താണെന്ന് ധർമ്മം പറയും.
ആ ഇത് നമുക്ക് ഇനിയാണ് നമുക്ക് ചർച്ചയിലോട്ട് ഇത് നമ്മൾ മുട്ടി കളിക്കുന്ന മാതിരിയുള്ള പരിപാടികളാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് വാമപ്പ് ആവാൻ വേണ്ടി. എന്താണ് സംഭവം? ഇപ്പോഴാണ് ബഹുമാനപ്പെട്ട ഷിജുമോൻ പറഞ്ഞത്. ഇത് പ്രശ്നം ഇതാണ്, സത്ത. ഈ വാദം അദ്ദേഹമാണ് കൊണ്ടുവന്നത്, സത്ത. ഞാൻ സത്ത എന്നുള്ള വാദത്തെ പൊതുവെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഡെലിബറേറ്റ് ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ് ഹിം ബ്രിങ് ദാറ്റ്, അത് അദ്ദേഹം കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഒരു സോളാ സ്ക്രിപ്ചർ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഈ സത്ത എന്ന വാദം എവിടെയാണ് അവിടെ നിന്ന് കിട്ടിയതെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സോളാ സ്ക്രിപ്ചറെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് എവിടെ നിന്നാണ് ഈ സത്ത എന്നുള്ള വാദം കിട്ടിയത്? ഈ സത്ത ഇല്ല എന്ന് പറയാൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ എന്താണ് തെളിവുള്ളത്? നമ്മൾ വൺ വേ പരിപാടി മാത്രം മതിയല്ലോ. എന്റെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. എവിടെ നിന്നാണ് ഈ വാക്ക് സത്ത എന്നുള്ള വാക്ക് അദ്ദേഹത്തിന് കിട്ടിയത്? സത്ത ഇല്ല, സ്വീകരിച്ചില്ല എന്ന് തെളിയിക്കാനുള്ള അദ്ദേഹത്തിന്റെ തെളിവ് എന്താണ്? തെളിവ് ഒരാൾക്ക് മാത്രം പോരല്ലോ, രണ്ടു കൂട്ടർക്കും വേണ്ടേ? ദൈവം ഇല്ല എന്ന് പറയുന്നതിനും തെളിവാണ് നമ്മൾ എപ്പോഴും പറയാറില്ലേ. ഇപ്പൊ നമ്മൾ കളി തുടങ്ങുവാണ്, നമ്മൾ ഇൻ ദ ഗെയിം, വി ആർ ഇൻ ദ ഗെയിം പറയും. ഇത്രയും ദിവസം ഞാൻ പിന്നെ ഇടയ്ക്കല്ലേ പിന്നെ പൊട്ടല്ലേ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ വടിയെടുക്കാൻ പോയിട്ടല്ലേ ഉള്ളൂ. ഇത് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ സത്ത എന്നുള്ള വാക്ക് ഡെലിബറേറ്റ്ലി ഐ നെവർ യൂസ്ഡ്. ദർസ് എ റീസൺ വൈ ഐ ഡിഡ്ന്റ് യൂസ് ഇറ്റ്. ബിക്കോസ് ഇത് നിങ്ങളുടെ അടുത്ത് ചർച്ച കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് കയറി വന്ന സഹോദര ചോദിക്കുവാണ്. ഞങ്ങൾക്ക് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ട് നടന്ന കാര്യം സത്ത ഉണ്ട്, സത്ത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. ഈ സത്ത എന്നുള്ള വാക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? സത്ത ഇല്ല എന്ന് പറഞ്ഞ ആൾക്ക് ഈ സത്ത ഇല്ല എന്ന് പറഞ്ഞ് അത് തെളിയിക്കാനുള്ള ബാധ്യതയും ഉണ്ട്. മിസ്റ്റർ ഷിജുമോൻ പറയൂ, സത്ത എന്നുള്ള വാക്ക് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, സത്ത ഇല്ല എന്ന് പറയാനുള്ള തെളിവ് എവിടെയാണ്? ഞാനല്ല പറഞ്ഞ് സത്ത ഉണ്ടെന്ന്. നിങ്ങൾ പറയൂ, സത്ത ഇല്ല എന്ന് സ്ഥാപിക്കാനുള്ള തെളിവ് പറയൂ. നമുക്ക് അതിനുശേഷം സത്ത ഉണ്ടെന്ന് പറയാനുള്ള തെളിവ് ഞാൻ പറയാം. ചർച്ചയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ശിവൻചാൻ അല്ല അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കല്ലോ. കഴിഞ്ഞു. ശിവൻചാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചത്? സത്ത ഉണ്ടെങ്കിൽ അതെന്താണെന്നല്ലേ ചോദിച്ചത്? എന്റെ പൊന്നെ ഉണ്ടെങ്കിൽ അതെന്താണെന്നല്ലേ ചോദിച്ചത്? ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും പുള്ളി മറുപടി പറയത്തില്ല. പുള്ളി ഇപ്പൊ അവിടെ കിടന്നോണ്ട് ഞാൻ രാജാവാണ്, ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഇനി തുടങ്ങാൻ പോവാണ്, ഞാനൊന്ന് വാമപ്പായിരുന്നു, ഇതുവരെ ഞാൻ ഇടിച്ച് നിങ്ങളെ ശരിയാക്കുമെന്ന് ഇത് കൂട്ട് എന്താ പറയുക, ഇത് കൂട്ട് ഈ ചപ്പു ചവറ അടിക്കാനല്ലാതെ കണ്ട് കാര്യത്തിലേക്ക് വന്നിട്ട് ഒരു അക്ഷരം പറയാൻ അദ്ദേഹത്തിനെ കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ചോദിച്ച ചോദ്യത്തിന് ഒന്നിനും മറുപടി പറയാൻ അദ്ദേഹത്തിനോട് കഴിയുന്നില്ല. പിന്നെയും നമ്മൾ ചോദിക്കേണ്ടി വരികയാണ്. ഇപ്പൊ അടുത്ത സാധനം കൊണ്ടുവന്നിരിക്കുകയാണ്, സത്ത എന്ന വാക്ക് എവിടുന്നാ വന്നതെന്ന്. സത്ത എന്ന വാക്ക് നിങ്ങൾ എവിടുന്നാ കേട്ടത്? ഞങ്ങൾ സത്ത എന്ന വാക്ക് കൊണ്ടുവന്നില്ല. സത്ത എന്ന വാക്ക് നിങ്ങളുടെ വായിന്നാ വന്നത്. നിങ്ങളത് കൊണ്ടുവന്നത് വെസ്റ്റ്മിൻസ്റ്റർ കൺഫെഷനിൽ നിന്നാണ്. സബ്സ്റ്റൻസ് എന്നതിന്റെ മലയാളമാണ് സത്ത. അല്ല, ഞങ്ങൾ ഒരിടത്തും കൊണ്ടുവന്നതല്ല. നിങ്ങൾ അത് കൊണ്ടുവന്ന് ഉറുമ്പ് മുട്ട പ്രദക്ഷിണം നടത്തുന്ന പോലെ ക്ലബ് ഹൗസിന്റെ റൂം മുഴുവൻ പൊക്കി പിടിച്ചോണ്ട് ഫേസ്ബുക്കിലെല്ലാം കൊണ്ട് ഇട്ടപ്പോ ഓർക്കണായിരുന്നു ഈ സാധനത്തെ ആള് കയറി പിടിക്കുന്ന. ഞാൻ കൊണ്ടുവന്നതല്ല, ഞങ്ങളാരും കൊണ്ടുവന്നതല്ല, നിങ്ങൾ പൊക്കിക്കൊണ്ട് വന്നതാണ്. പലയിടത്തും കിടന്ന പ്രമാണം 15-ാം നൂറ്റാണ്ടിൽ എഴുതി വെച്ച സാധനം പൊക്കിക്കൊണ്ട് വന്നിട്ട് ഞങ്ങളോട് ചോദിക്കേണ്ടത് എവിടുന്നാ നിനക്ക് കിട്ടിയെന്ന്. എനിക്ക് കിട്ടിയത് നിങ്ങളുടെ വായിൽ നിന്ന് സഹോദര. അപ്പൊ നിങ്ങളുടെ വായിൽ നിന്ന് അത് വന്നപ്പോൾ, അത് ഉപദേശ രൂപത്തിൽ അത് നിങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾ പരിശോധിച്ചു അത് ബൈബിളിൽ ഉണ്ടോന്ന്. മറിയത്തിൽ നിന്ന് സത്ത സ്വീകരിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വെസ്റ്റ്മിൻസ്റ്റർ കൺഫെഷനിലെ വിശ്വാസ പ്രഖ്യാപനമായി വരുമ്പോൾ അത് ബൈബിളിൽ ഉണ്ടോ എന്ന് ഞങ്ങൾ നോക്കി. ബൈബിളിൽ ഇല്ല എന്ന് ഞങ്ങൾ കണ്ടെത്തി. അപ്പൊ എവിടുന്നാണ് നിങ്ങൾ ഇല്ല എന്ന് അറിഞ്ഞതെന്ന് ചോദിച്ചാൽ ബൈബിളിൽ ഇല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങളുടെ ആ ബോധ്യത തെറ്റാണെന്ന് താങ്കൾ പറയുകയാണെങ്കിൽ ബൈബിൾ ഉണ്ടെന്ന് താങ്കളൊക്കെ തെളിയിച്ചാൽ മതി. അതിനാണല്ലോ താങ്കൾക്ക് സമയം നൽകി. ഈ സമയം വരെ അതാണല്ലോ തന്നുകൊണ്ടിരിക്കുന്നത്. 4 റൗണ്ട് കഴിഞ്ഞു. 4ാമത്തെ റൗണ്ടിൽ താങ്കൾക്ക് അതേ അവസരം നൽകുന്നത്. സത്ത, സബ്സ്റ്റൻസ് എന്നുള്ള വേർഡെല്ലാം താങ്കളാ കൊണ്ടുവന്നത്, ഞങ്ങളാരും അല്ല. ഇപ്പൊ അതിനത് മറന്നുപോയോ? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വൈകിട്ട് വേറെ റൂം വരുന്നുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ. ആ റൂമിൽ താങ്കൾ മാറ്റി പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ അവതരിപ്പിക്കും. ആ കൂടുതൽ ഇതും വരും. അപ്പൊ അവിടെ താങ്കളാണ് കൊണ്ടുവന്നത്. ഈ കൊണ്ടുവന്ന സാധനം ഞങ്ങൾ പരിശോധിച്ച് നോക്കി, ബൈബിളിൽ ഇല്ല. തിരുവെഴുത്തുമായിട്ട് തട്ടിച്ചു നോക്കിയപ്പോ ഇല്ല. അത് കാണാത്തതുകൊണ്ട് ഞങ്ങൾ താങ്കളോട് ചോദിക്കുന്നു, താങ്കൾ പറയുന്ന വാദത്തിന് ബിബ്ലിക്കൽ റെഫറൻസ് തരൂ. അപ്പൊ വീണ്ടും നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ടില്ല എന്ന് എങ്ങനെ അറിഞ്ഞെന്ന്. ഞങ്ങൾ കണ്ടില്ല, അത് കാണിച്ചതാ. കൊണ്ടുവന്നത് നിങ്ങളാണ്. അതുകൊണ്ട് ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്, എന്റെ അല്ല, ഞങ്ങളുടെ അല്ല. ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്വം ഉണ്ടാകണമായിരുന്നു. ഞങ്ങൾ ആദ്യം തന്നെ ഇത് ഇല്ല എന്ന് പറഞ്ഞ് ഇവിടെ റൂം ഇടണമായിരുന്നു. ഇത് താങ്കൾ കൊണ്ടുവന്നത് കൊണ്ടാണ് ഞങ്ങൾ പറയേണ്ടി വന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ ആരാ കൊണ്ടുവന്നത്, എവിടുന്നാ ഞങ്ങൾക്ക് കിട്ടിയെന്ന്? ഞങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ കൊണ്ടുവന്നപ്പോ വെസ്റ്റ്മിൻസ്റ്റർ കൺഫെഷനിൽ നിന്ന് അജിയുടെ വായിൽ നിന്നാണ്. അപ്പൊ ഇത് ഇല്ലെന്ന് എങ്ങനെ മനസ്സിലാക്കിയത്? ഞങ്ങൾ ബൈബിൾ പരിശോധിച്ച് ഞങ്ങൾ കണ്ടില്ല. ഇനി ഞങ്ങളുടെ ഇത്രയും റെഫറൻസ് ഉള്ളതല്ലേ, ഞങ്ങളുടെ കണ്ണിലെങ്ങും പെടാതെ വല്ലയിടത്ത് ഒളിച്ച് വല്ല റെഫറൻസിൽ ഗ്രീക്കിലോ ഏതെങ്കിലും നിലയിൽ മറിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരാനേ പറയുന്നുള്ളൂ. യു ഡു ദാറ്റ്. അതല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനകത്ത് എന്താ ഇപ്പൊ ഇടിക്കാൻ പോണു, ഇപ്പൊ ആകെ ശരിയാക്കും എന്നൊക്കെ പറയുന്നത്. അതിങ്ങനെ തന്നാ പിന്നെ തീർന്നു. അതിങ്ങനെ തന്നാ പിന്നെ നമ്മൾ ഈ പരിപാടി അവസാനിച്ച് പോവുകയാണ് ജി ബ്രദറെ. പിന്നെ താങ്കൾ പറയുന്നത് ഞാൻ പ്രസംഗിച്ചോളാം. അതിങ്ങ താ.
ഉടയ്ക്കൊന്നും പറഞ്ഞ് കയ്യിൽ വെച്ചോണ്ടിരിക്കട്ടെ, അതിങ്ങ് താന്നേ, ഞങ്ങൾ കേക്കട്ടെ. ഓക്കെ, അജി വേറെ സംസാരിച്ചോളൂ. ഉടയ്ക്കത് ഇത് വളരെ രസകരമായി ഇദ്ദേഹം പറഞ്ഞത്, വി ആർ എൻട്രിങ് ഇൻ ടു ഇൻട്രസ്റ്റിംഗ് മോഡ്. ഇദ്ദേഹം പറഞ്ഞത് ഈ സത്ത ഇല്ല എന്ന് പറഞ്ഞ് റൂം ഇട്ടത് ഞാനാണ്. അല്ല, മിസ്റ്റർ ഷിജുമോൻ തങ്കപ്പൻ ഈ ക്രൈസ്തവ വിശ്വാസ പ്രതിരോധകർ എന്ന് പറഞ്ഞ റൂമിലാണ് യേശു ക്രിസ്തുവിന്റെ ശരീരം, അവന്റെ സത്ത മറിയത്തിൽ നിന്നല്ല എന്ന് പറഞ്ഞ് റൂം ഇട്ട്. ഞാനല്ല സഹോദര, ഞാനല്ല. സുശേഷൻ നുണ പറയുന്നു എന്ന് പറഞ്ഞ് ടൈറ്റിൽ ഇടേണ്ടത് സത്യം. സുശേഷ നിങ്ങൾ നുണയാണ് പറയും, ഞാനല്ല ഇതില്ല ഉണ്ടെന്നൊന്നും പറഞ്ഞു നിങ്ങളാണ് സഹോദര. മനസ്സിലായോ? ബ്ലേറ്റന്റ് ലൈസ് ആണ് ഇതെല്ലാം. നിങ്ങളാണ് ഈ ശരീരം, മറിയയുടെ ശരീരം ക്രിസ്തുവിൽ നല്ല സത്ത അങ്ങനെയല്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞ് റൂമിട്ടത് ഞാനല്ല സഹോദര. എന്റെ പൊന്നു സഹോദര, ഇത്രയും പച്ചയ്ക്ക് കിടക്കുമല്ലേ? 2 റൂമിട്ടു നിങ്ങൾ. ആ 2 റൂമിട്ട് മണ്ടത്തരങ്ങൾ കൂമ്പാരമായി കൂട്ടിയപ്പോഴും ഞാൻ ഒരക്ഷരം പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞ പച്ച നുണയാണ്, എല്ലാവർക്കും അറിയാതെ. നിങ്ങളാണ് ഇട്ടത്, ഞാനല്ല. മനസ്സിലായോ? ആ സത്ത എന്താന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു, അപ്പൊ നിങ്ങൾക്ക് പറയാനില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ അത് പറഞ്ഞു, സത്യം എന്താണെന്ന് നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സാധനത്തെ ആ സാധനമാക്കുന്ന എന്താണോ ആ സാധനമാണ് എന്ത് അതിന്റെ സത്ത. എന്നോട് പറയാം, അദ്ദേഹം പറഞ്ഞ അതായത് ഷിജുമോൻ തങ്കപ്പൻ പറഞ്ഞ, ഞാൻ ഒരു കാര്യം ചോദിക്കാവോ ഷിജുമോൻ ബ്രദറെ? ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ഒരു വാക്ക് പറയണം. ഒരു സാധനത്തെ ഒരു വ്യക്തിയെയോ ആ സാധനമോ ആ വ്യക്തിയോ ആക്കുന്ന അതിനെയാണ് നമ്മൾ സത്ത എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഞാൻ ഇതിനെ എടുത്തു നോക്കുവാണ്. യെസ് ഓർ നോ പറയാമോ? ആണോ അതെയോ? ഇല്ല, അജിബർ കംപ്ലീറ്റ് അത് കഴിഞ്ഞ് ഇല്ല, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ മറുപടി പറഞ്ഞോളൂ. മിസ്കോട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ ഇവിടെ ആർക്കും ഇടയ്ക്ക് കയറാൻ പറ്റില്ല. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തീരുമാനിച്ചാൽ ഇല്ല, അത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പലയിടത്തും ചെയ്ത ഒരു പരിപാടി ഉണ്ട്. അതായത് നമ്മൾ ഇതുപോലെ ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ പറയും കേരള ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല എന്ന് പറയും. അത് വേണ്ട, നിങ്ങൾ മുഴുവൻ കഴിയും, അത് കഴിഞ്ഞിട്ട് പറയാം. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണിത്. ഒരു സാധനത്തെ എന്താക്കുന്നുവോ അതാണ് അതിന്റെ സത്ത. ഒരു പരിധി വരെ ഞാൻ അത് അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയത്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഷിജുമോൻ തങ്കപ്പൻ ഈ പറഞ്ഞ ബ്രദർ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാണ് സത്ത. എന്നാൽ എന്റെ ബഹുമാനപ്പെട്ട ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന ജെയിംസ് വർഗീസ് IAS പറഞ്ഞു സത്ത ക്രിസ്തുവിന്റെ സത്ത മറിയത്തിൽ നിന്ന് എടുത്തു എന്ന് ഡാർബി പറഞ്ഞിട്ടുണ്ട്. രണ്ടും കണ്ട മിക്സ് ചെയ്ത് നോക്കേ. എന്റെ ഒരു ബ്രദറൻ മൂപ്പനായിരിക്കുന്ന ഷിജുമോൻ തങ്കപ്പൻ പറയുന്നു സത്ത എന്താണ്? ഒരു വ്യക്തിയെ, ഒരു കാര്യത്തെ, അല്ലെങ്കിൽ ഒരു എന്താണ് പറയണേ, ഒന്നിനെ എന്ന് പറ്റിയാന്നാണ് പറഞ്ഞത്. ഒന്നിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആ വ്യക്തിയാക്കുന്ന, ആ സംഭവമാക്കുന്ന അതിനെയാണ് നമ്മൾ സത്ത എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ജെയിംസ് വർഗീസ് IAS പറഞ്ഞു ക്രിസ്തുവിന്റെ സത്ത മറിയത്തിൽ നിന്നാണ്. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ക്രിസ്തുവിനെ ആ മനുഷ്യൻ എന്നുള്ള നിലയിൽ മനുഷ്യനാക്കുന്നത് ആരാണ്? മറിയാണ്, മറിയത്തിൽ നിന്നാണ്. ആ സ്ത്രീ ആ മനുഷ്യനാക്കുന്നത് മറിയത്തിൽ നിന്നാണ്. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്താൽ മതി. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തെന്നൊരു കുറ്റമാണ്. ഇതിന്റെ പേരിലാണ് ഞാനിപ്പോൾ വിചാരണയിലായിരിക്കുന്നത്. എന്റെ 2 ജ്യേഷ്ഠ സഹോദരങ്ങൾ, ശിവോമ്പതൻ എന്നെക്കാൾ അധികം പ്രായമൊന്നുമില്ല. അപ്പൊ ഈ 2 ജ്യേഷ്ഠ സഹോദരങ്ങൾ പറഞ്ഞ കാര്യം ആണ് വാസ്തവത്തിൽ ഇത് രണ്ടും കൊണ്ടൊന്ന് ക്ലബ് ചെയ്തെന്ന് പറഞ്ഞേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കേ. കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, കഴിഞ്ഞ ദിവസം ഈ ചർച്ചയിൽ എനിക്കെതിരെയുള്ള ചർച്ചയിൽ പറഞ്ഞാണ് ധാരാളം അവഹേളനം നടന്നെങ്കിലും ഞാൻ ആ പോയിന്റ് ഇഷ്ടപ്പെട്ടു. എനിക്ക് താങ്കൾ പറഞ്ഞ കാര്യമാണ്, ഒരു വ്യക്തിയെ ആ വ്യക്തിയാക്കുന്ന കാര്യം എന്താണോ അതാണ് സത്ത. ജെയിംസ് വർഗീസ് IAS പറയുന്നു ആ സത്ത എന്ന് പറയുന്നത് യേശു ക്രിസ്തു മറിയയിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. എന്താണെന്ന് വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പക്ഷെ ഷിജുമോൻ ബദർ ഡിഫൈൻ ചെയ്തു. സത്ത ഷിജുമോൻ ബദർ ഡിഫൈൻ ചെയ്യുന്നു. ജെയിംസ് വർഗീസ് IAS ഈ സത്ത മറിയത്തിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ടെന്ന് പറയുന്നു. പ്രശ്നം തീർന്നു. ഇത് തന്നെയാണ് എന്റെ വാദം. മനസ്സിലായോ? അപ്പൊ ഇത് പറയുന്നതിന്റെ പേരിലാണ് ഞാനിപ്പോ എന്താണ് പറഞ്ഞത്, സ്വന്തം സഹോദരന്മാരുടെ മുമ്പിൽ യോസഫ് ക്ഷേമാന്വേഷിക്കാമെന്നല്ല വന്നേക്കാണ്. നിങ്ങൾക്ക് പിടിച്ച് പൊട്ടക്കിണറ്റിലിടാം, കത്തോലിക്കനാക്കാം, മിഥ്യാനത്ത് വിൽക്കാം, എന്ത് വേണം ചെയ്യാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക സഹോദരന്മാരെ, നിങ്ങൾ പറഞ്ഞു സത്ത എന്താണെന്ന് ബ്രദർ ഷിജുമോൻ തങ്കപ്പൻ ഡിഫൈൻ ചെയ്തു. സത്ത സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജെയിംസ് വർഗീസ് IAS പറഞ്ഞു. ഞാൻ ഇത് രണ്ടും കൂടെ കൂടി ക്ലബ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ മൈക്ക് എടുത്തു. ഓക്കെ, ഒരു സെക്കൻഡ്. ജെയിംസ് സാറിന് തരാം. കാരണം ജെയിംസ് സാറിന്റെ പേര് ഇവിടെ പുള്ളിക്കാരൻ പറഞ്ഞു. അതെ, കള്ളത്തരമാണെന്നുള്ളത് ജെയിംസ് സാർ അത് കഴിഞ്ഞിട്ട് ജെയിംസ് സാർ സംസാരിക്കും. ഷിജുമോൻ ചാന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഇരുന്ന വ്യക്തി ആയതുകൊണ്ട് ജെയിംസ് സാറിന് ഇപ്പോൾ ഉത്തരം പറയാൻ പറ്റി. ഇല്ലെങ്കിൽ ഇത് ആരും മനസ്സിലാക്കത്തില്ലായിരുന്നു പുള്ളി പറഞ്ഞ കള്ളത്തരം. എനിവേ ഷിജുമോൻ ചാൻ ഫസ്റ്റ് മൈക്ക് എടുത്തോളൂ. അതിനുശേഷം കള്ളം പൊളിക്കാനായിട്ട് ജെയിംസ് സാറിന്റെ കയ്യിൽ ഞാൻ മൈക്ക് തരാം. ഷിജുമോൻ ചാൻ മൈക്ക് എടുത്തോളൂ ഫസ്റ്റ്. ഓക്കെ, ഇവിടെ ഇരുന്ന് നിരങ്ങുകയാണ് അജി. ഇരുന്ന് നിരങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഭ്യമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാടൻ മുണ്ടെടുത്തിട്ട് മുണ്ട് പൊങ്ങിപ്പോയിട്ട്
നിലം ചേര ചന്തി ഇരുന്നിട്ടും അവിടെ ഇരുന്ന് നിരങ്ങുന്നതിൽ ഒരു ഉളുപ്പുമില്ലാത്ത പരിപാടിയാണ് ഈ അജി ബ്രദർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ നുണ പറഞ്ഞു എന്ന് ഉളുപ്പില്ലാണ്ട് ഇത്ര പബ്ലിക്കായിട്ട് പറയുവാൻ സാധിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്, താങ്കൾ സത്യസന്ധത എന്ന് പറയുന്നത് താങ്കളുടെ ജീവിതത്തിൽ നിന്ന് എവിടെയോ ഓടി ഒളിച്ചു സഹോദര. സബ്സ്റ്റൻസ് എന്ന വേർഡ് പൊക്കി പിടിച്ചുകൊണ്ട് വെസ്റ്റ്മിൻസ്റ്റർ കൺഫെഷനിൽ നിന്ന് അത് പൊക്കി പിടിച്ചുകൊണ്ട് ഇവിടെ റൂം ഇട്ട് ഞങ്ങളെ ചലഞ്ച് ചെയ്ത് താങ്കളാണ്. മനസ്സിലായോ? ഞങ്ങളല്ല. ഇവിടെ വോട്ടിങ്ങിന് വേണേ ഇപ്പൊ കൊടുക്കാം, ആരാ ആദ്യം പറഞ്ഞതെന്ന്. താങ്കളാണ് കൊണ്ടുവന്നത്. 2, സബ്സ്റ്റൻസ് എന്ന വേർഡിന്റെ മലയാള വാക്കാണ് സത്ത എന്ന് തിരിച്ചറിയാനുള്ള വിദ്യാഭ്യാസം താങ്കൾക്ക് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് താങ്കളുടെ ഉഡായിപ്പ്. ഞങ്ങളുടെ ക്ലബിന്റെ ഹെഡിങ്ങിൽ സത്ത എന്ന വാക്ക് ഉപയോഗിച്ച് താങ്കളുടെ സബ്സ്റ്റൻസിന് പകരമായിട്ട് തന്നെയാണ്. സബ്സ്റ്റൻസ് എന്ന വേർഡിന് തിയോളജിക്കലി നിങ്ങൾ ഏത് ഡിക്ഷണറി പരിശോധിച്ചോ സത്ത അല്ലെങ്കിൽ സാരാംശം എന്ന വേർഡേ അവിടെ വരത്തുള്ളൂ. അല്ലെങ്കിൽ എസൻസ് എന്ന വേർഡ് പാരലൽ ആയിട്ട് ഇംഗ്ലീഷിൽ വരും. ഇതറിയാൻ മേലാത്തവൻ ഈ പണിക്ക് നിൽക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് നുണ മടക്കി പൂട്ടി കയ്യിലേക്ക് വെക്കുക, എന്റെ തലയിൽ വെക്കണ്ട. ഞാനല്ല ക്ലബ് ഹൗസിൽ ഇത് കൊണ്ടുവന്നത് സബ്സ്റ്റൻസ് വാദവുമായിട്ട്. താങ്കളുടെ സബ്സ്റ്റൻസ് വാദത്തിന് ഞങ്ങൾ മറുപടി പറഞ്ഞു, താങ്കളുടെ മിസ്റ്ററി വാദത്തിന് ഞങ്ങൾ മറുപടി പറഞ്ഞു. മറുപടി റൂം ഇട്ട ഞങ്ങളാണ് ഈ വേർഡ് കൊണ്ടുവന്നതെന്ന് പറയേണ്ട അത്രയും താങ്കൾ തരം താഴാൻ പാടില്ലായിരുന്നു. പിന്നെ ഈഗോയുടെ ബേസിൽ മാത്രം സഞ്ചരിക്കുകയും ജീവിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ എത്രത്തോളം തരം താഴുമെന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അനാവശ്യമായ ഈഗോ ഒക്കെ താങ്കളൊന്ന് താഴത്തേക്ക് വെക്കുക. ഞങ്ങളെ ജ്യേഷ്ഠ സഹോദരന്മാരെന്നൊക്കെ വിളിക്കുന്നത് വളരെ നല്ലത്, അതിന് നന്ദിയുണ്ട്. അങ്ങനെയെങ്കിൽ ജ്യേഷ്ഠ സഹോദരന്മാരെ കള്ളനാക്കുന്ന പരിപാടിയും കൂടെ അങ്ങ് അവസാനിപ്പിക്കുക. ഓക്കെ? ഇപ്പൊ ജെയിംസ് സാറിനെ താങ്കൾ പച്ച കള്ളനാക്കി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹം മറുപടി പറയും ആ വിഷയത്തില്. ഇനി ഞാൻ ആ റൂമിൽ താങ്കളുടെ സബ്സ്റ്റൻസ് വാദത്തിന് മറുപടി പറഞ്ഞ റൂമിൽ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് ചെയ്തത്. താങ്കൾ ആ റൂം പോയി കേട്ടിട്ടില്ല. വല്ലവനും കട്ട് ചെയ്ത് തന്ന കട്ട് പീസ് കേട്ടിട്ടാണ് ഇവിടെ വന്നിരുന്ന വർത്തമാനം പറയുന്നതെങ്കിൽ താങ്കൾ ആ റൂം ഒന്ന് ഫുള്ള് കേൾക്കണം. എന്താണ് അജി പറയുന്ന സബ്സ്റ്റൻസ് എന്നാണ് ആ റൂമിൽ ചോദിച്ചത്. ഒന്നാമത് ഞാൻ 3 വിധത്തിൽ സബ്സ്റ്റൻസിനെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. 3 വിധത്തിൽ ഞാൻ എന്റെ ബുദ്ധിയിൽ എനിക്ക് തോന്നുന്നു പറഞ്ഞതല്ല. 3ന് ഞാൻ കൃത്യമായ എവിഡൻസസ് വെച്ചിട്ടുണ്ട്. ഒന്ന്, അത് ഫിലോസഫിക്കൽ ആണെങ്കിൽ മറിയത്തിൽ നിന്ന് സ്വീകരിച്ചു എന്ന് അജി പറയുന്ന സബ്സ്റ്റൻസ് ഫിലോസഫിക്കൽ ആണെങ്കിൽ അത് ഫിലോസഫിക്കൽ ആണെന്ന് അജി തെളിയിക്കണം. ഇറ്റ്സ് ഇമ്പോസിബിൾ ടു പ്രൂവ്. അതിന് പല കാരണങ്ങൾ ഞാൻ ആ റൂമിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ, അത് മെറ്റീരിയലിസ്റ്റിക് സബ്സ്റ്റൻസ് ആണ് എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ യു ഹാവ് ടു പ്രൂവ് ഇറ്റ്. അതാണ് ഇപ്പോഴും ഈ റൂമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്, തിയോളജിക്കൽ സെൻസിലാണ് നിങ്ങൾ സബ്സ്റ്റൻസ് സ്വീകരിച്ചു എന്ന് പറയുന്നതെങ്കിൽ അത് താങ്കൾ പ്രൂവ് ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലാതെ ഞാൻ അവിടെ തിയോളജിക്കൽ സെൻസിൽ സബ്സ്റ്റൻസ് എന്ന വേർഡിന്റെ എന്ത് മീനിങ് ആണ് തിയോളജി പ്രോപ്പറിൽ കൊടുത്തിരിക്കുന്നത്, ആ മീനിങ്ങിലാണ് മറിയത്തിൽ നിന്ന് സ്വീകരിച്ചു എന്ന് നിങ്ങൾ പറയുന്നതെങ്കിൽ എനിക്ക് വേണ്ടത് ആ തിയോളജി ഞാൻ അംഗീകരിക്കണമെങ്കിൽ ഐ നീഡ് സോളിഡ് റെഫറൻസ്. ആ റെഫറൻസ് തരാനാണ് അജി താങ്കളെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്, അല്ലാണ്ട് താങ്കളുടെ നുണ കേൾക്കാനല്ല. ഇവിടെ ഇരിക്കുന്ന ആരും താങ്കൾ പറയുന്ന നുണ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നവരല്ല. നുണ പറഞ്ഞാൽ ഇനിയും താങ്കൾ താഴത്തേക്ക് പോകത്തുള്ളൂ. ഇനി ഇരുന്ന് നിരങ്ങി അവിടെ കുഴി കുത്തി തറക്ക് ടിക്കറ്റ് എടുത്ത് കുഴി കുത്തി ഇരിക്കാന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് താങ്കൾ പോകും. അതുകൊണ്ട് തിയോളജിക്കൽ മീനിങ്ങിലാണ് താങ്കൾ സബ്സ്റ്റൻസ് എന്ന വേർഡ് വെസ്റ്റ്മിൻസ്റ്റർ കൺഫെഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ് താങ്കൾ പറയുന്നതെങ്കിൽ അതിന് താങ്കൾ ബിബ്ലിക്കലി തെളിവ് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഇത് തിയോളജി ആകത്തുള്ളൂ. ബിബ്ലിക്കൽ തെളിവ്, എവിഡൻസസ്, റെഫറൻസസ് കാണിക്കാൻ പറ്റാത്ത കാലത്തോളം ഇറ്റ്സ് നോ മോർ തിയോളജി. അത് താങ്കൾക്ക് അറിയില്ലേ? അതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ റൂമിൽ താങ്കളോട് വന്നിട്ട് ഇതൊന്ന് തെളിയിക്കുന്നു എന്ന് പറഞ്ഞു തരാൻ പറയുന്നത്. ഈ സ്വീകരിച്ചത് ഇനി ഞാൻ പറഞ്ഞ ആ ഒരു നിർവചന പ്രകാരമാണ് താങ്കൾ എടുക്കുന്നത്. ദാറ്റ് മീൻസ് തിയോളജിക്കൽ സ്റ്റാൻഡിലാണ് താങ്കൾ അത് സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ വി നീഡ് റെഫറൻസ് ആൻഡ് എക്സ്പ്ലനേഷൻ. അത് താങ്കൾ തരുന്നതിൽ താങ്കൾ ഫെയിലിയർ ആണ്, താങ്കൾ ഫെയിലാണ്. താങ്കൾ ഇതുവരെ തന്നിട്ടില്ല. താങ്കൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് അവിടെ അവസാനം കൊണ്ട് വെച്ച് തന്നത്. ഇതെങ്കിലും ഒന്ന് എടുത്തിട്ട് താങ്കൾ ഒന്ന് കൊണ്ടുപോയിട്ട് പഠിച്ചിട്ട് കൊണ്ടുവരും തിരിച്ചെന്ന്. താങ്കൾ അത് എടുത്തു, പക്ഷെ പഠിച്ചില്ല. പഠിക്കാതെ വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഷിജുബദർ പറയുന്നത് തന്നെയാണ് ഞാൻ ഇപ്പൊ സ്വീകരിക്കുന്നതെന്നാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് സ്വീകരിക്കുന്നതെങ്കിൽ വി നീഡ് റെഫറൻസ്. അപ്പം തിയോളജിക്കൽ സെൻസിൽ സബ്സ്റ്റൻസ് സ്വീകരിച്ചു എന്ന് പറയാനും ബൈബിൾ അനുവദിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ ബോധ്യം. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അങ്ങനെ ഞങ്ങൾക്ക് തെറ്റു പറ്റിയതാണെങ്കിൽ അത് തിരുത്താൻ ഞാൻ റെഡിയാണ്. വാസ്തവമായും എന്ന് പറയുന്ന ആ സെൻസിൽ താങ്കൾ കൃത്യമായിട്ട് ഈ സബ്സ്റ്റൻസ് സ്വീകരിച്ചത് ഏത് വിധത്തിലാണ് സ്വീകരിച്ചു എന്നുള്ളത് റെഫറൻസ് വെക്കുക.
ചർച്ച ക്ലോസ്. ഞാൻ നാളെ മുതൽ താങ്കൾ പറയുന്ന പ്രസംഗിക്കും. ജെയിംസ് സാറ് സംസാരിച്ചോളൂ, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യത്തിന് മറുപടി. ഓക്കെ, ജെയിംസ് സാറ് സാറിന്റെ പേരിൽ വെച്ചേക്കുന്ന ആരോപണത്തിന് മറുപടി പറഞ്ഞോളൂ. എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു സഹോദരനാണ് അജി. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. അദ്ദേഹം ആകെ 3 കാര്യങ്ങൾക്ക് വേണ്ടിയേ വാ തുറക്കാറുള്ളൂ. ഒന്ന്, ആഹാരം കഴിക്കാൻ വേണ്ടി. രണ്ടാമത്, ട്രോളാൻ വേണ്ടി, എല്ലാവരെയൊക്കെ ട്രോളുക. മൂന്നാമത്തേത്, കള്ളം പറയാൻ വേണ്ടി. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽ സബ്സ്റ്റൻസ് എന്നുള്ള പദമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായിട്ട് അജിയോടുള്ള ഡിസ്കഷനിൽ ഒന്നുകിൽ മറിയയുടെ അണ്ടമായിരിക്കണം, അല്ലെങ്കിൽ മറിയയുടെ ഒരു കോശമായിരിക്കണം, അല്ലെങ്കിൽ മറിയയുടെ ശരീരത്തിന്റെ ഒരു കഷണമായിരിക്കണം. അജി പറയുന്നത് പോലെ മറിയയിൽ നിന്ന് ഇൻഹെറിറ്റൻസ് യേശുക്രിസ്തുവിന് വേണമെങ്കിൽ വന്നെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് അജിയുടെ കൺഫ്യൂഷൻ അല്ല, പച്ചക്കള്ളം പറഞ്ഞ് എങ്ങനെങ്കിലും ഞാൻ ഫൈൽമാനാണ്, എല്ലാരെയും തോപ്പിക്കും എന്നുള്ളത് തെളിയിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. ഇത് തന്നെ ഈ മനുഷ്യൻ പറയുന്നതിന്റെ വിശ്വാസ്യത 100% ഇറോഡ് ചെയ്യുകയാണ്. ഇദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് പറഞ്ഞു കേൾപ്പിച്ചോട്ടെ. അത് പക്ഷേ ഒരു സെക്കൻഡിന്റെ അല്ല, ആ പറഞ്ഞ കോണ്ടെക്സ്റ്റ് മുഴുവനും കൂടെ കേൾപ്പിച്ചോട്ടെ. ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അജീവർ സംസാരിച്ചോളൂ. താങ്ക് യു. ഞാനിവിടെ 2 കാര്യങ്ങളാണ് ഉപയോഗിച്ചത്. ഒന്ന്, ഷിജുമോൻ തങ്കപ്പൻ സഹോദരൻ സബ്സ്റ്റൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. അദ്ദേഹത്തിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, അദ്ദേഹത്തിന് ഉത്തരം പറഞ്ഞു കണ്ടില്ല. സബ്സ്റ്റൻസ് എന്നത് ഒരു വസ്തുവിനെ എന്താക്കുന്നു, അതാണോ സബ്സ്റ്റൻസ് എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോഴെങ്കിലും ഉത്തരം അതെന്നോ അല്ലാന്നോ പറയാൻ പറ്റുമോ? എന്നിട്ട് വേണം എനിക്ക് അടുത്ത കാര്യം പറയാം. അജീവറെ ഒന്ന് മൈക്ക് മ്യൂട്ടിയോ? അങ്ങനെ മൈക്ക് മ്യൂട്ട് ഞാൻ ആദ്യം ചോദിച്ച മൈക്ക് ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഒരു കാര്യത്തിന് ഷിജുമോൻ ചായ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? 3 കാര്യങ്ങൾ ഷിജുമോൻ ചാൻ ഇവിടെ വീണ്ടും ആവർത്തിച്ചു എന്നാണ് ഞാൻ കേട്ടത്. 3 തലത്തിലുള്ള സബ്സ്റ്റൻസിന്റെ കാര്യം താങ്കൾ ഇപ്പോൾ ഇവിടെ ആവർത്തിച്ചു. അത് എൻ്റെ കേൾവിയുടെ പ്രശ്നമായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്നുകൂടെ അങ്ങനെ പറഞ്ഞിരുന്നോ ഷിജുമോൻ ചാൻ? ഞാൻ പറഞ്ഞല്ലോ ബ്രദറെ, അത് ഇവിടെ ഇരിക്കുന്ന അജി ഒഴികെയുള്ള മുഴുവൻ ഓഡിയൻസിനും വ്യക്തമായിട്ടുണ്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യം. അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തിരുന്നു എന്നുള്ളത്. ഇനി ഒരു കാര്യം കൂടെ, എന്നോട് മൈക്ക് തന്ന സ്ഥിതിക്ക് ഞാൻ കഴിഞ്ഞ 5 റൗണ്ടിൽ ഒറ്റ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഞാൻ അദ്ദേഹത്തിന് സമയം കൊടുത്തു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ താങ്കളുടെ ഉടായ്പ്. താങ്കൾ ഇപ്പൊ രണ്ടാമത് അത് കാണിച്ചത് കൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം അദ്ദേഹത്തിന് മൈക്ക് കൊടുത്തത്. മനസ്സിലായോ? താങ്കൾ സ്ഥിരം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ പരിപാടി ഇവിടെ ഇറക്കാതിരിക്കാനാണ് ഞാൻ ഈ പരിപാടി കാണിച്ചത്. അദ്ദേഹം പറഞ്ഞ് കേട്ടിട്ടും താങ്കൾ അതേ ഉടായ്പ് വീണ്ടും കാണിച്ചാണ്. ഇപ്പൊ മ്യൂട്ട് ചെയ്തിരിക്കുക, ഞാൻ തരും, സംസാരിക്കാം. ഷിജുമോൻ കംപ്ലീറ്റ്. അല്ല, ഞാൻ ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് നമ്മുടെ സബ്സ്റ്റൻസിന് മറുപടി പറഞ്ഞ, അജിയുടെ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന വാദത്തിന് മറുപടി പറഞ്ഞ റൂമിൽ സബ്സ്റ്റൻസ് എന്താണെന്ന് വ്യക്തമായി വിശദീകരിക്കുകയും തിയോളജിക്കൽ സെൻസിലാണെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്ന നിർവചനവും തിയോളജിക്കൽ ഗ്രന്ഥങ്ങളിലുള്ള നിർവചനവും ഞാൻ പറഞ്ഞു. ഇനി ഈ നിർവചനം ഞാൻ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഇദ്ദേഹം ചോദിച്ച ചോദ്യം എന്ത് അബദ്ധമാണ്. ഞാൻ പറയുന്നത് അത് അംഗീകരിക്കുന്നു എങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു. ഏത് മറിയത്തിൽ നിന്ന് സ്വീകരിച്ചെന്നുള്ളതല്ല, തിയോളജിക്കൽ സെൻസ് ഇതാണ്. ആ അർത്ഥത്തിലാണ് അജി സബ്സ്റ്റൻസ് സ്വീകരിച്ചു എന്ന് പറയുന്നെങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം അജിക്ക് ഉണ്ടെന്നായി പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പ്രൂവ് ചെയ്യാനാണ് ഈ റൂമിൽ അജിയോട് പറയുന്നത്. 6 റൗണ്ട് ഇപ്പൊ കഴിഞ്ഞു, ഇതും കൂടെ കൂട്ടി 6 റൗണ്ടിലും അജി അത് പ്രൂവ് ചെയ്യുന്നില്ല. അജി ആ കാര്യം എടുക്കുന്നില്ല. ആ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. എന്നിട്ട് അജി ചോദിച്ചു ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിരുന്നു, നുണയും കൂടെ. ഈ മോഡറേറ്റേഴ്സ് അവിടെ നോക്കിയിരിക്കുകയാണ്, ഓഡിയൻസിന് മനസ്സിലാവുന്ന താങ്കളുടെ സമയം ഞാൻ പറയുമ്പോൾ സംസാരിക്കാൻ തുടങ്ങാം. ഓക്കെ, ഇനി അജിബർ മൈക്കെടുത്ത് സംസാരിക്കും. മൈക്കെടുത്ത് സംസാരിക്കൂ. മൈക്കെടുത്ത് സംസാരിക്കൂ. അപ്പുറം പോയിട്ടില്ല. സബ്സ്റ്റൻസ് എന്താണെന്ന് അവരാരും ചെയ്തിട്ടില്ല. അവരത്രയും ശക്തമായിട്ട് പറയാനുള്ള കാരണം അന്ന് അനാബാപ്റ്റിസ്റ്റുകളുടെ ഇടയിൽ നിന്ന് സെലസ്റ്റിയൽ ബോഡി എന്നൊരു കൺസെപ്റ്റ്. ഞാനൊന്ന് ആദ്യത്തെ തൊട്ട് സെന്റൻസ് നമുക്ക് കേൾക്കണം.
ഓക്കെ, അജി വേറെ അത് എടുത്തോളൂ. ഒരു സെക്കൻഡ്, ഞാനൊരു കാര്യം ഒന്ന് ഞാൻ പറഞ്ഞിട്ട്. താങ്കൾ എടുത്തോളൂ. എടുക്കുന്ന എടുത്തു കഴിഞ്ഞിട്ട് മൈക്ക് ഓൺ ചെയ്താൽ മതി. ഞാൻ താങ്കൾക്ക് തന്നെ അവസരം തരാം. ഓക്കെ, ജെയിംസ് സാറ് പറഞ്ഞതിൻ്റെയാണ് പുള്ളി കേൾപ്പിക്കാൻ പോകുന്നത്. അത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ജെയിംസ് സാറ് പറഞ്ഞത്, ജെയിംസ് സാർ ഇവിടെ ഉള്ള സ്ഥിതിക്ക് അത് കേൾക്കാം. അപ്പോൾ ഇപ്പം അദ്ദേഹത്തിൻ്റെ അപ്പീൽ ടു അതോറിറ്റി ജെയിംസ് സാറാണെന്നാണ് ജെയിംസ് സാർ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ധർമ്മൻ്റെ സബ്സ്റ്റൻസ് ജെയിംസ് സാറിനെ വെച്ച് ധർമ്മം തെളിയിക്കാൻ പോകണം. ധർമ്മം ചെയ്തോ, തുടങ്ങിക്കോളൂ. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് കേൾപ്പിച്ചോളൂ. ആയില്ലെന്ന് തോന്നുന്നു, അദ്ദേഹം എടുക്കുന്നുള്ളൂ. ആർബിയെ പോലുള്ള ഒരു സബ്സ്റ്റൻസിനപ്പുറം പോയിട്ടില്ല. സബ്സ്റ്റൻസ് എന്താണെന്ന് അവരാരും ഡിഫൈൻ ചെയ്തിട്ടില്ല. അവരത്രയും ശക്തമായിട്ട് പറയാനുള്ള കാരണം, അന്ന് അനാബാപ്റ്റിസ്റ്റുകളുടെ ഇടയിൽ നിന്ന് സെലസ്റ്റിയൽ ബോഡി എന്നൊരു കൺസെപ്റ്റ് വന്നു. അപ്പൊ അതിനെ റിഫ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡാർബി ഉൾപ്പെടെയുള്ളവർ ആ പദം ഉപയോഗിച്ചത്. വാസ്തവത്തില് അങ്ങനെ ആരെക്കുറിച്ച് ആരോപിക്കുകയാണെങ്കിൽ കാൽവിനെ കുറിച്ച് ആരോപിക്കേണ്ടത്. കാരണം കാൽവിന് തിയോറ്റോക്കോസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷെ ഡാർബി ഒന്നും നമുക്കത് പറയാൻ പറ്റില്ല. അവർ ആ സബ്സ്റ്റൻസിൽ വന്ന് നിൽക്കുക, പിന്നെ ആ സബ്സ്റ്റൻസിനപ്പുറം അവർ പോകുന്നില്ല. യേശുക്രിസ്തുവിന്റെ സബ്സ്റ്റൻസ് മുഴുവൻ മറിയയിൽ നിന്നായിരുന്നു എന്ന് ഡാർബി പറയുന്നെങ്കിൽ, ഈ വചനത്തിന് സബ്സ്റ്റൻസ് ഇല്ലല്ലോ. വചനം സാക്ഷാൽ ദൈവമല്ലേ. ആ ദൈവം വന്ന് മറിയയിലെ ന്യൂട്രിയൻസും കൂടെ ചേർന്ന് ശരീരം ഫോം ചെയ്ത് രണ്ടാം ആദാം ഉണ്ടായെന്നല്ലേ പറയുന്നത്. അപ്പം യേശുക്രിസ്തുവിലെ ഫുൾ സബ്സ്റ്റൻസും ആ അർത്ഥത്തിൽ, കാരണം സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സബ്സ്റ്റൻസ് ആണെങ്കിൽ അത് വചനത്തിൽ നിന്നല്ല, അല്ലെ സെക്കൻഡ് പേഴ്സൺ ഓഫ് ഗോഡ്ഹുഡിന് അങ്ങനെ ഒരു സബ്സ്റ്റൻസ് അല്ലല്ലോ. ആ സബ്സ്റ്റൻസ് അല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബോഡിലി സബ്സ്റ്റൻസ് അല്ലല്ലോ, മെറ്റീരിയൽ സബ്സ്റ്റൻസ് അല്ലല്ലോ. അപ്പം അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ആ സബ്സ്റ്റൻസ് വരെ, അതായത് യേശുക്രിസ്തുവിന്റെ ശരീരവും മാംസവും എല്ലും ഒക്കെ എടുത്താൽ അത് മറിയയിൽ നിന്നാണ് വന്നെന്നുള്ള അർത്ഥത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ട്രൂ ഓൾസോ. അപ്പം നമ്മള് ഈ ഡാർബിയൊക്കെ പിടിച്ചതിന് പലരും പറഞ്ഞിരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അജി ബ്രദറെ, അത് ഇവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് സബ്സ്റ്റൻസ് ആ രീതിയിൽ ഫുള്ളായിട്ട് എടുത്തിരിക്കുന്ന മേരിയിൽ നിന്നാണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ വാദമല്ല എടുക്കുന്നത്. കാരണം ഡാർബി സബ്സ്റ്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഡാർബി സബ്സ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഷിജുമോൻ ബദർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഷിജുമോൻ ബദർ സബ്സ്റ്റൻസ് എന്താന്ന് പറഞ്ഞു. ഒരു വസ്തുവിനെ ആ വസ്തു ആക്കുന്നത്, ഇതാണ് എന്റെ ക്രക്സ്. ഒരു വസ്തുവിനെ ആ വസ്തു ആക്കുന്നത് എന്താണോ അതാണ് അതിന്റെ സബ്സ്റ്റൻസ്. ഡാർബി അദ്ദേഹം പറഞ്ഞിട്ടില്ല. ജെയിംസ് ഒറീസിന്റെ ആരോപണം ഞാൻ എടുക്കുന്നില്ല. ഞാൻ ഷിജുമോൻ ബദറിന്റെ ആരോപണമായിട്ട് ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് സബ്സ്റ്റൻസ്? ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയാക്കുന്ന സംഭവമാണ് സബ്സ്റ്റൻസ്. ജെയിംസ് ഒറീസ് IAS അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ കേട്ടു, മറിയയിൽ നിന്ന് സബ്സ്റ്റൻസ് എടുത്തു. ഇത് രണ്ടും കൂടെ കൂട്ടി വായിച്ചാൽ യേശു ക്രിസ്തുവിനെ അവന്റെ മനുഷ്യത്വത്തിൽ എന്താക്കുന്നുവോ, അവൻ എന്താണോ അത് ആക്കുന്നത് മറിയാണെന്നാണ് ഇവിടെ എന്നെക്കാൾ പ്രായമുള്ള രണ്ട് ആൾക്കാരുടെ ആർഗ്യുമെന്റ് കൂട്ടിച്ചേർക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇതാണ് എന്റെ വാദം. നീ പറഞ്ഞോളൂ. ഓക്കെ, ഷിജുമൻ ചാൻ ഈ പോയിന്റിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടോ ഷിജുമൻ ചാൻ ആഡ് ചെയ്യാൻ? ഞാൻ ജെയിംസ് സാറിലേക്ക് വരാം. ഷിജുമൻ ചാൻ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഞാൻ ഒരു സെന്റൻസ് ഒന്ന് പറഞ്ഞേക്കാം. ഇവിടെ അജി ബ്രദർ ഒരു തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തെറ്റിദ്ധാരണ എന്താന്ന് ചോദിച്ചാൽ, തിയോളജിക്കൽ സബ്സ്റ്റൻസിനെ സംബന്ധിച്ചാണ് അജി എടുക്കുന്നതെങ്കിൽ, അതായത് തിയോളജി പ്രോപ്പറിൽ സബ്സ്റ്റൻസ് എന്താന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന അർത്ഥത്തിലാണ് അജി ഇപ്പോൾ എടുക്കുന്നതെന്നാണ് അജി പറയുന്നത്. അപ്പൊ നമുക്ക് തൽക്കാലം ആ അർത്ഥത്തിൽ അജി എടുക്കുകയാണെങ്കിൽ മറിയത്തിൽ നിന്ന് സ്വീകരിച്ചു എന്നുള്ളത് അജി തെളിയിച്ചിട്ട് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. മെറ്റീരിയൽ സബ്സ്റ്റൻസ് സ്വീകരിച്ചു എന്ന് ജെയിംസ് സാറ് പറഞ്ഞു എന്നുള്ള വാദമാണ് അദ്ദേഹം ഇപ്പോഴും വോയിസ് കേൾപ്പിച്ച് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശദീകരണം ജെയിംസ് സാറ് തരും. അതിനുശേഷം നമുക്ക് തിയോളജിക്കലി ആ സെൻസിൽ മറിയത്തിൽ നിന്ന് സബ്സ്റ്റൻസ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു, ഞാൻ അതാണ് പഠിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് അജി പറയുകയോ അജിയുടെ കൂട്ടാളികൾ പറയുകയോ ചെയ്യുകയാണെങ്കിൽ, ഞാൻ അജിയോട് ആ റൂമിൽ ചോദിച്ച ചോദ്യത്തെ അജി അഡ്രസ്സ് ചെയ്യാതെ കണ്ട് അജി ഷിജുമോൻ പറഞ്ഞ ഡെഫിനേഷനാണ് എടുക്കുന്നത്, തിയോളജിക്കൽ ഡെഫിനേഷനാണ് എടുക്കുന്നത്. ആ ഡെഫിനേഷൻ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ വാദം തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ അദ്ദേഹം തെളിയിക്കാനാണ് ആ റൂമിൽ ഞാൻ ചലഞ്ച് ചെയ്തത്. അപ്പൊ ആ ചലഞ്ച് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജെയിംസ് സാർ സംസാരിച്ചതിന് ശേഷം അജി അടുത്ത റൗണ്ടിൽ തിയോളജിക്കൽ സെൻസിൽ ഈ സബ്സ്റ്റൻസ് മറിയത്തിൽ നിന്ന് സ്വീകരിച്ചു എന്നുള്ള കാര്യം അജി തെളിയിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ജെയിംസ് സാർ സംസാരിച്ചോളൂ മെറ്റീരിയൽ സബ്സ്റ്റൻസ് സംബന്ധിച്ച്. കള്ളന് കഞ്ഞി വെച്ചവനെന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. പക്ഷെ അതും പോരാ ഇദ്ദേഹത്തിനെ വിശദീകരിക്കണമെങ്കിൽ.
സാറേ നിങ്ങൾ നിങ്ങളൊരു കേട്ടില്ലേ? IAS കാരനല്ലേ? മിണ്ടായിരിക്കെ. നിങ്ങളൊരു ഒരു IAS മിനിറ്റ് കാരനല്ലേ? നിങ്ങൾ അജി ആദ്യം അജി പറഞ്ഞു അജി ഞാൻ വാ അജി വിളിക്കുന്ന നുണ അജി ബ്രദർ പറയാനാണ്. അജി ബ്രദർ മ്യൂട്ട് അങ്ങനെ ചെയ്യും. കഞ്ഞി അജി വെച്ചു ബ്രദർ മ്യൂട്ട് എന്നൊക്കെ ചെയ്യും. നിങ്ങൾക്ക് നാണോ? അജി ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്യും. നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യും. നാണോ? മ്യൂട്ട് ചെയ്യും. മ്യൂട്ട് ചെയ്യും. അല്ലെ താങ്കൾ മ്യൂട്ട് ചെയ്യൂ. അജി ബ്രദർ ഞാൻ താങ്കൾ താങ്കൾ മ്യൂട്ട് ചെയ്യൂ. ഇങ്ങനെയൊന്നും അല്ല കാര്യം. നിങ്ങൾക്ക് ഇത് നാണോ? അജി അജി ബ്രദർ താങ്കൾ മ്യൂട്ട് ചെയ്യൂ. താങ്കൾക്ക് അവസരം തരാം. താങ്കൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പറയാൻ താങ്കൾ മ്യൂട്ട് ചെയ്യും. മ്യൂട്ട് ചെയ്യ സഹോദര മ്യൂട്ട്. ജെയിംസ് സാർ ഒരു സെക്കൻഡ്. ജെയിംസ് സാർ ഒരു സെക്കൻഡ്. ജെയിംസ് സാർ ഇടയ്ക്കല്ലേ. നിങ്ങൾ ഓക്കെ താങ്കൾ ഇനി ഒന്ന് മ്യൂട്ട് ചെയ്തേ. മ്യൂട്ട് ചെയ്തേ. മ്യൂട്ട് ചെയ്യും. കുറച്ച് ജെയിംസ് മാന്യമായിട്ട് സാറ് സംസാരിക്കുന്ന സാറേ. നിങ്ങൾക്ക് ഇത്ര മ്യൂട്ട് ചെയ്യൂ. ഞാൻ അദ്ദേഹത്തെ ഞാൻ പറയാമെന്നേ. താങ്കൾ മ്യൂട്ട് ചെയ്യും. ഞാൻ പറയാമെന്ന്. ഞാനല്ലേ മോഡറേറ്റ് ചെയ്യുന്നത്. ജെയിംസ് സാറ് വിഷയത്തിലോട്ട് വന്ന് സംസാരിക്കാവോ? ഈ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഞാൻ അതിനകത്ത് പറഞ്ഞത് ഡാർബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഫ് ഇദ്ദേഹം ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്, പക്ഷെ എന്നിട്ടും ഇംഗ്ലീഷ് മനസ്സിലാകില്ലെന്ന് എനിക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ല. ഈഫ് ഡാർബി ഹാഡ് സെറ്റ് എന്നുള്ള ആശയത്തിലാണ് ഡാർബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡാർബി എൻ്റെ ദൈവമല്ല. എൻ്റെ ചെറിയൊരു ലൈബ്രറി ഉണ്ട്, അതിനകത്ത് ഡാർബിയുടെ ഒരു പുസ്തകം പോലും ഇല്ല. അതുപോലെ ഇങ്ങനെയുള്ളവരുടെ ആരുടെയും പുസ്തകമില്ല. അത് ഞാൻ കഴിഞ്ഞൊരു ദിവസവും പറഞ്ഞായിരുന്നു. ഡാർബി അല്ല ഞങ്ങളെ നയിക്കുന്നത്, എന്നെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മിക്കവരെയും നയിക്കുന്നത് ഡാർബിയോ അങ്ങനെയുള്ളവരാരുമല്ല, വചനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈഫ്. രണ്ട്, ഞാൻ അതിനകത്ത് മെറ്റീരിയൽ സബ്സ്റ്റൻസ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. കേൾക്കാത്ത ആരുമില്ലല്ലോ ഈ കൂട്ടത്തില്. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ. മൂന്നാമത് അജിയൊക്കെ പറയുന്നത് യേശുക്രിസ്തുവിന്റെ അസ്ഥിയും മാംസവും ഒക്കെ മറിയയിൽ നിന്നാണ് ഉണ്ടായിരുന്നെന്നാണെങ്കിൽ എന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അത് അജിയുടെ ആർഗ്യുമെന്റ് ആണ്, എന്റെ ആർഗ്യുമെന്റ് അല്ല. അവിടുത്തെ ഫുൾ കോണ്ടെക്സ്റ്റ് മെറ്റീരിയൽ സബ്സ്റ്റൻസിനെ കുറിച്ചാണ്. ഈവൻ ഫിലോസഫി പോലും മെറ്റീരിയൽ സബ്സ്റ്റൻസ് എന്നൊരു ടേം ഉണ്ട്. ആ ടേം തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. സമ്പൂർണമായ അർത്ഥത്തിൽ തന്നെയാണ്. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഡാർബി അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് ഹി ഹാഡ് യൂസ്ഡ് ഇറ്റ്, അതിന്റെ കാരണം അനാബാപ്റ്റിസ്റ്റുകളുടെ ഇടയിലുള്ള ആരോ ഇങ്ങനെ ഒരു ദുരുപദേശം കൊണ്ടുവന്നു. ഈ അജിയുടെ കുറുക്കന്റെ പരിപാടി ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ജീമോൻ സോർ മര്യാദയ്ക്ക് സംസാരിക്കുവാണെങ്കിൽ ഞാനിവിടെ മാന്യമായ രീതിയിൽ സംസാരിക്കുന്നു. സമയം കിട്ടുന്നേ. താങ്കൾ മ്യൂട്ട് ചെയ്തോളൂ. താങ്കൾ മ്യൂട്ട് ചെയ്യ അജി പറ. ഇടയ്ക്ക് കയറി ബഹളം ഉണ്ടാക്കല്ല അജി പറ. ഒരു വ്യക്തി പറഞ്ഞോണ്ടിരിക്കുന്ന ഇടയ്ക്ക് കയറാല്ലേ അജി പറ. മോശമാണ്. താങ്കളൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. ബഹളം ഉണ്ടാക്കി ഇറങ്ങി പോകാനാണ് അജിബാർ നോക്കുന്നത്. ജെയിംസ് സാറേ, പുള്ളി ബഹളം ഉണ്ടാക്കി ഇറങ്ങി പോകാനുള്ള ഒരു അവസ്ഥയാണ് നോക്കുന്നത്. ഓക്കെ മ്യൂട്ട് ചെയ്യും. കാരണം പുള്ളിക്കാരൻ ഇപ്പൊ ഇറങ്ങി പോകണം ജെയിംസ് സാറേ, അതിനു വേണ്ടിയിട്ടാണ് പുള്ളി ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇനി അജി ബ്രദറെ ഓടാനുള്ള പണി ഇറക്കാതെ മിണ്ടായിരുന്നു. നാണക്കേട കുറച്ച് അജിബാറെ കയ്യിൽ നിന്ന് പോകും. അജിബാറെ നിങ്ങൾ ഇങ്ങനെ ഇരവാദം മുഴക്കിയാലോ. കണ്ടോ പോയത് കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ പുള്ളി അതിനു വേണ്ടി പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകും. കാരണം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ ഇരുന്ന് പച്ചക്ക് എന്നെ കള്ളനെന്ന് വിളിച്ച അല്ലല്ല, അത് മാത്രമല്ല, സ്വന്തം സഭയിലെ പാസ്റ്ററിനെ 18+ എന്ന് വിളിച്ച് ഫേസ്ബുക്ക് കിട്ടാമെന്ന് പറയുക. അമ്പാരമില്ലാത്ത കുരു ഇവൻ എവിടുന്നാ വന്നത്? ജെയിംസ് സാറ് കള്ളന് കഞ്ഞി വെച്ചവനെ ഒരു വാക്ക് ഉപയോഗിച്ച് ഒരു കുരു മൊത്തം പുറത്തേക്ക് തുറന്നു. ഒരു സെക്കൻഡ്, പുള്ളി ഒരു പല്ലിവാല് കാണിച്ചേക്കാണ്. ഷിമച്ച ഒരു സെക്കൻഡ് പുള്ളി ഒരു പല്ലിവാല് ഇവിടെ കാണിച്ചതാണ്. ശരിക്കും പറഞ്ഞ വിഷയത്തിന് ഡിവിയേറ്റ് ചെയ്യാനായിട്ട് സത്യത്തില് പുള്ളിക്കാരൻ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടത് സബ്സ്റ്റൻസ് ആണ്. പുള്ളി അത് പ്രൂവ് ചെയ്ത് എങ്ങനെയാണെന്നറിയാവോ? ജെയിംസ് സാറ് പറഞ്ഞ് ഒരു അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഡാർബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ള ആ വാചകം വെച്ചാണ്. ബൈബിളിൽ നിന്ന് പുള്ളിക്ക് പ്രൂവ് ചെയ്യാനില്ലാത്തതുകൊണ്ട് പുള്ളി പ്രൂവ് ചെയ്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജെയിംസ് സാറ് പറഞ്ഞ് ആ വാചകം വെച്ചാണ് പുള്ളി പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അത് പുള്ളിയുടെ സബ്സ്റ്റൻസ് എന്നുള്ള പുള്ളിയുടെ വാദം പുള്ളിക്ക് തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ആൾക്കാർ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ എനിക്ക് ജസ്റ്റ് ഇതൊന്ന് പറയണമായിരുന്നു. പുള്ളിയെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. അജി ബ്രദറെ, നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. നിങ്ങൾ പറയുന്ന അതേ വാക്ക് തന്നെ ഞാൻ കടമെടുക്കാണ്. നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. മനസ്സിലായല്ലോ? നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. വളരെ സിമ്പിൾ. 6 റൗണ്ട് കഴിഞ്ഞിട്ട് ചോദിച്ച ചോദ്യത്തെ ഇതുവരെ അഡ്രസ് ചെയ്തിട്ടില്ല. 6 റൗണ്ട് കഴിഞ്ഞിട്ടും അത് അഡ്രസ് ചെയ്യാതാണ് അജി ഇവിടുന്ന് ഇറങ്ങി പോയിരിക്കുന്നത്. കാരണം ജെയിംസ് സാറിനൊക്കെ വിളിച്ചിട്ടങ്ങ് പോയി പുള്ളി. അപ്പൊ ഇത്ര കുരുവുള്ളവൻ, ഇത്ര ഈഗോയ്ക്ക് കയ്യും കാലും വെച്ചവൻ എന്തിനാണ് അറിയാൻ മേലാത്ത പണിക്ക് നിൽക്കുന്നത്? അറിയാവുന്ന പണി ചെയ്താൽ പോരെ?
എവിടെയോ കടന്ന ഒരു ഫെയ്ത്ത് സ്റ്റേറ്റ്മെന്റിന് ബിബ്ലിക്കൽ സപ്പോർട്ട് ഇല്ലാത്ത സാധനം ഈ ഉറുമ്പ് മൊട്ടപ്രതീക്ഷ നടത്തുന്ന പോലെ തലയ്ക്ക് പൊളി പൊക്കി പിടിച്ചോണ്ട് ക്ലബ് ഹൗസ് ആയ മുറി മുഴുവൻ കയറി നടന്നു. നമ്മൾ ആകെ ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, ഇപ്പോഴും അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ, ഈ സബ്സ്റ്റൻസ് സ്വീകരിച്ചു എന്നുള്ളത് തിയോളജിക്കൽ ആണെങ്കിൽ നിങ്ങൾ ബൈബിളിൽ നിന്ന് അതൊന്ന് പ്രൂവ് ചെയ്യൂ. ഉത്തരവില്ല. ഈ സമയമായിട്ട് ഒരു റെഫറൻസ് തന്നിട്ടില്ല. 2 റെഫറൻസ് കൊണ്ടുവന്നു. മറിയത്തിൽ നിന്ന് ജനിച്ചില്ല എന്ന് നമുക്ക് വാദമില്ല. ഇല്ല, പുള്ളി റെഫറൻസ് കൊണ്ടുവന്നു. ജെയിംസ് സാറിന്റെ വാക്ക് വളച്ചൊടിച്ച് റെഫറൻസ് കൊണ്ടുവന്നു. രണ്ടാമത് അദ്ദേഹം ഒരു ബിബ്ലിക്കൽ റെഫറൻസ് കൊണ്ടുവന്നു. ദാവീദിന്റെ സന്തതി, അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി, ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഇതാരാ? നമ്മൾ വിശ്വസിക്കുന്നില്ലേ? പക്ഷെ അത് ജെനറ്റിക്കൽ ആണോ? സ്പെമാറ്റയിൽ നിന്നാണോ? ഡേവിഡിക് സ്പെമാറ്റ എന്ന വേർഡുണ്ട്, സ്പേമിൽ നിന്നുണ്ട്. ഡേവിഡിന്റെ സ്പേമിൽ നിന്നാണോ യേശു ഉണ്ടായത്? അപ്പൊ ബൈബിൾ അവിടെ ആ വേർഡ് ഉപയോഗിച്ച് ഏത് സെൻസിലാ? അത് ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾക്ക് തിയോളജി ഒന്നും വിഷയമല്ല. ഞങ്ങളുടെ വിഷയം വെസ്റ്റ്മിൻസ്റ്റർ കൺഫെഷനിൽ അങ്ങനെ കണ്ടു. ഞാൻ അത് അറിയാണ്ട് പൊക്കി പിടിച്ച് ഉറുമ്പ് കൊണ്ടു നടക്കുന്നവരെ പൊക്കി പിടിച്ച് മൊട്ടപ്രതീക്ഷണം നടത്തി. കാക്ക കൊത്തിയോടുകൂടെ പിന്നെ ഇതാകെ പ്രശ്നമായി. എന്നിട്ട് അവസാനം മുസ്ലിങ്ങളുടെ റൂമിൽ മുസ്ലിങ്ങളോട് പോയിട്ട് എരന്ന് വാങ്ങുകയാണ്. ഇവന്മാരുടെ മറുപടി കൊടുക്കാൻ വേണ്ടി ഇത് ഇസ്ലാമും ഇവര് പറയുന്ന ഒന്നാണെന്നുള്ളതിന്, യാസറെ എനിക്ക് എവിടെടുത്ത് താ, ഇങ്ങോട്ട് താ, എനിക്ക് ഇട്ട് താന്ന് ഇതും പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ഹദീസ് താ, ഖുറാനിലെ ആയത്ത് താ. എന്തിനാണ്? ട്രൂത്ത് ഫൈറ്റേഴ്സിലുള്ള സഹോദരന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക വിഷയമാണെന്ന്. ആ വിഷയത്തിലേക്ക് അജി വന്നില്ല. അതിനു മുമ്പ് അജി ഇറങ്ങി ഓടി. ഇസ്ലാം പറയുന്ന അവരുടെ പുസ്തകത്തിലെ ഈസയും ബൈബിളിൽ പറയുന്ന യേശുക്രിസ്തുവിന്റെ ജനനവും ഒരുപോലെയാണെന്ന് 1-ാം നൂറ്റാണ്ടിലെ പുസ്തകങ്ങളിൽ ഉള്ളതുപോലെ തോന്നുമാറ് അതിനൊരു റിസംബ്ലൻസ് ഉള്ള നിലയിൽ അദ്ദേഹത്തിന് തെറ്റോടെ മുഹമ്മദ് അവിടെ എഴുതി വെച്ചു, അല്ലെങ്കിൽ മുഹമ്മദ് പറഞ്ഞു കൊടുത്തു. ഇതാണ് നമ്മൾ പറയുന്നതെന്ന് പറയാൻ ഒരു ഉളുപ്പും അദ്ദേഹത്തിനില്ല. അത് സംബന്ധിച്ച് 4 ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. അദ്ദേഹം പോയി അതിനു മുമ്പ്. എന്തൊരു കഷ്ടമാണ്! ഈ നുണ കൊണ്ടും വാതക കസർത്ത് കൊണ്ടും ട്രോള് കൊണ്ടും മാത്രമൊന്നും ഒരുത്തനും ബിബ്ലിക്കൽ ഉപദേശത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒന്നാമത്തെ ഉദാഹരണമാണ് ഇവിടുത്തെ കാത്തലിക് പിള്ളേര്. അജി ആ കാത്തലിക് പിള്ളേരുടെ അതേ നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നു. തെറി പറയുന്നത് കൊണ്ടോ ട്രോള് പറയുന്നത് കൊണ്ടോ വാചക കസർത്ത് കൊണ്ടോ ഇടങ്കാലിട്ട് ചർച്ചാ സമയത്ത് വീടിക്കാമെന്നുള്ളത് കൊണ്ടോ ഒന്നും അജി നിനക്ക് ജയിക്കാൻ പറ്റില്ല. നീ പറയുന്നത് സ്ഥാപിക്കാൻ പറ്റില്ല. നീ പറയുന്നത് സ്ഥാപിക്കണമെങ്കിൽ ബൈബിളിൽ നിന്ന് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ പറ്റാത്ത കാര്യം നീ എടുത്ത് തോളെ വെച്ച് ചുമക്കാൻ പാടില്ലായിരുന്നു. അവിടെയാണ് നിനക്ക് പറ്റിയ തെറ്റ്. ആ തെറ്റ് നീ ആവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും വരുന്നത്. നീ ഈ തെറ്റ് ആവർത്തിച്ച് ഞങ്ങളെ കുത്തിപ്പറഞ്ഞ് നീ പരിഹസിച്ച് റൂമിടുന്നു. നീ അത് അവസാനിപ്പിക്ക്. നീ എപ്പോഴാണോ അജി അത് അവസാനിപ്പിക്കുന്നത്, അത് ആ സമയം വരെ അജി ഇതുപോലെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കും.